അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് നമുക്ക് അർഹതപ്പെട്ടതല്ലാത്ത ഭൂമിയിൽ നിന്ന് നമ്മൾ തട്ടിയെടുക്കുക അല്ലെങ്കിൽ കരസ്ഥമാക്കുക എന്നതിനെ സംബന്ധിച്ചാണ്. പിന്നെ അതിനുശേഷം മറ്റൊരു വൻപാപം, അത് ബഗി എന്നാണ് അറബിയിൽ പറയുക. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഭരണാധികാരിക്കെതിരിൽ വിപ്ലവം നടത്തുക, അല്ലെങ്കിൽ പോരാട്ടം നടത്തുക, സമരം നടത്തുക, പല പേരുകളുണ്ട്. എന്നുവെച്ചാൽ ആ ഭരണാധികാരിയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുവാനുള്ള പരിശ്രമം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ദംബിൻ അജ്ദറ അൻ യുഅജ്ജില അല്ലാഹു തആല ലിസാഹിബിഹിൽ ഉഖൂബത ഫിദ്ദുനിയ മഅ മാ യദ്ഖിറുഹു ലഹു ഫിൽ ആഖിറതി മിനൽ ബഗി വഖതീഅത്തിർ റഹിം. എന്നുവെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയ്ക്ക് അവൻ ചെയ്ത തിന്മയ്ക്ക് പരലോകത്തിൽ നൽകുന്ന ശിക്ഷയ്ക്ക് പുറമെ ദുനിയാവിൽ തന്നെ ശിക്ഷ നൽകുവാൻ ഏറ്റവും അർഹതപ്പെട്ട തിന്മകളിൽ ഒന്നാണെന്ത്? ഭരണാധികാരിക്കെതിരിൽ വിപ്ലവം നയിക്കുക എന്നുള്ള കാര്യം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം താക്കീത് നൽകിക്കൊണ്ട് ധാരാളം സംസാരങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൽ മർഇൽ മുസ്ലിമി അസ്സംഉ വത്താഅ. മുസ്ലിമായ ഒരു വ്യക്തിയുടെ മേൽ നിർബന്ധമാണ് അസ്സംഉ വത്താഅ, കേൾക്കുക, അനുസരിക്കുക എന്നുള്ളത്. ഫീമ അഹബ്ബ വകരിഹ, അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണെങ്കിലും വെറുക്കുന്ന കാര്യങ്ങളാണെങ്കിലും. ഇല്ലാ അൻ യുഅ്മറ ബിമഅസിയത്തിൻ, തിന്മ കൊണ്ട് കൽപ്പിക്കപ്പെടുമ്പോൾ ഒഴികെ. ഫലാ സമഅ വലാ ത്വാഅ, അപ്പം എന്ത് ചെയ്യരുത്? അനുസരിക്കരുത്. എന്നുവെച്ചാൽ ഹറാമായ കാര്യം കൊണ്ട് കൽപ്പിക്കാത്തിടത്തോളം നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഒക്കെ ഭരണാധികാരി കൽപ്പിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ കാണാം, യകൂനു ബഅദി അഇമ്മത്തുൻ ലാ യഹ്തദൂന ബിഹുദായ വലാ യസ്തന്നൂന ബിസുന്നതി. ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് ശേഷം കുറച്ച് ഭരണാധികാരികൾ വരും. അവരുടെ അവസ്ഥ എന്താ? ലാ യഹ്തദൂന ബിഹുദായ, എൻ്റെ ഹുദ കൊണ്ട് അവരെന്ത് ചെയ്യില്ല, അവർ മുന്നോട്ട് പോവുകയില്ല. എന്നുവെച്ചാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഹറാമുകൾ ഉണ്ടാവും. വലാ യസ്തന്നൂന ബിസുന്നതി, എൻ്റെ ചര്യകൾ അവർ പിന്തുടരുകയില്ല. എന്നുവെച്ചാൽ ദീനീപരമായിട്ട് വളരെ മോശം അവസ്ഥയിലായിരിക്കും അവരുണ്ടാവുക. ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ബാക്കി ഭാഗം, വസയഖൂമു ഫീഹിം റിജാലുൻ, ചില ആളുകൾ അവർക്കെതിരിൽ നിലകൊള്ളും. മോശം ഭരണാധികാരി വരും, ആ ഭരണാധികാരികൾക്കെതിരിൽ കുറച്ച് ആളുകൾ നിലകൊള്ളും, വിപ്ലവം നയിക്കാൻ, സമരം നടത്താൻ. എന്താ അവരെ പറ്റി പറഞ്ഞ് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി പറഞ്ഞെന്താ? ഖുലൂബുഹും ഖുലൂബുശ് ശയാത്തീൻ ഫീ ജുസ്മാനി ഇൻസിൻ, അവരുടെ കൽബ് ശൈത്താന്റെ കൽബാണ്. ശൈത്താന്റെ ഹൃദയം മനുഷ്യന്റെ ശരീരത്തിൽ കൊണ്ടുവച്ച പോലത്തെ ആളുകളായിരിക്കും ആർക്കെതിരിൽ തിരിയുക? ഈ ഭരണാധികാരി. എങ്ങനെയുള്ള ഭരണാധികാരി? നമ്മൾ ശ്രദ്ധിക്കണം. വളരെ നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ പിൻപറ്റുന്ന, അദ്ദേഹത്തിന്റെ ഹിദായത്തിനെ ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ഭരണാധികാരിയെ പറ്റിയിട്ടല്ല പറയുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റായി വളരെ മോശം രൂപത്തിൽ ഹറാമുകൾ പ്രവർത്തിച്ചു മറ്റ് പലതരത്തിൽ മുന്നോട്ട് പോകുന്നൊരു ഭരണാധികാരിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെയുള്ള ഭരണാധികാരിക്കെതിരിൽ നിൽക്കുന്ന ആളുകൾ അവർ മനുഷ്യ ശരീരത്തിൽ ശൈത്താന്റെ ഹൃദയമുള്ള ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അതേപോലെ മറ്റൊരു ഹദീസിൽ കാണാം, തസ്മഉ വതുതീഉ ലിൽ അമീർ, നീ നിന്റെ ഭരണാധികാരിയെ കേൾക്കുകയും അനുസരിക്കുകയുമാണ്. വൈൻ ദുരിബ വഹ്റുക്, നിന്റെ മുതുകിൽ അടിക്കപ്പെട്ടാലും
വൗഹിദ മാലുക്ക്, നിന്റെ സമ്പത്ത് എടുക്കപ്പെട്ടാലും ഫസ്മ വാത്യ, നീ കേൾക്കുകയും അനുസരിക്കുമാണ്. കേൾക്കുകയും അനുസരിക്കുകയും വേണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്ന കൽപ്പനയാണെന്ത്? ഇന്ന് പല ആളുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മുല്ലപ്പൂ വിപ്ലവം അല്ലെങ്കിൽ അറബ് വസന്തം എന്ന പേരിൽ ഒരുപാട് നാടുകളിൽ നടന്ന ഫിത്തനകൾ. അത് ഈ അടുത്ത കാലത്ത്, കുറച്ചു കാലം മുമ്പത്തെ വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിച്ച ആളുകൾക്കറിയാം. പല നാടുകളും ഇന്നും ആ പഴയ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. നാമാവശേഷമായി എല്ലാ നിലയ്ക്കും, അവിടുത്തെ സാമ്പത്തിക രംഗമാണെങ്കിലും അവിടുത്തെ സ്വൈര്യ ജീവിതമാണെങ്കിലും അവിടുത്തെ നിർഭയത്വമാണെങ്കിലും എല്ലാം നഷ്ടപ്പെട്ട് പാടെ തകർന്നുപോയ അവസ്ഥയിലാണ് പല രാജ്യങ്ങളുള്ളത്. അതിപ്പോൾ ലിബിയ ആണെങ്കിലും ലെബനാനാണെങ്കിലും സിറിയ ആണെങ്കിലും ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരൊറ്റൊരു പേരിൽ നശിപ്പിക്കപ്പെട്ടു. അവരൊക്കെ കാരണം ന്യായം പറഞ്ഞത് എന്താ? ഭരണാധികാരി ഞങ്ങൾക്ക് തരേണ്ട അവകാശങ്ങൾ തരുന്നില്ല, അല്ലെങ്കിൽ ഭരണാധികാരി ഇങ്ങനെയൊക്കെ ഹറാമുകൾ ചെയ്യുന്നുണ്ട്, ഭരണാധികാരിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ന്യായം പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ ഭരണാധികാരിയെ പുറത്തിറക്കാൻ ഇവർ പരിശ്രമിക്കണം, സംഘം ചേരുക, എന്നിട്ട് റോഡിലിറങ്ങുക, തെരുവുകളിലിറങ്ങുക, എന്നിട്ട് മുദ്രാവാക്യവും അങ്ങനെ റാലികളും മറ്റു കാര്യങ്ങളും പ്രൊട്ടസ്റ്റുകളൊക്കെ ആയി അതിനെതിരിൽ ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നുള്ള പട്ടാളങ്ങളും പോലീസുകളും അങ്ങനെ മൊത്തത്തിൽ ഒരു കലാപങ്ങളും രക്തച്ചൊരിച്ചിലുകളും വളരെ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തുണ്ടായെന്ന് പറഞ്ഞാൽ ഈ കലാപങ്ങളും സമരങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഉള്ള അവസ്ഥ, അത് ഈ കലാപങ്ങൾ നടക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ, ആ അവസ്ഥ പഴയ അവസ്ഥയിലേക്ക് ഈ രാജ്യങ്ങൾക്ക് എത്തണമെങ്കിൽ ഇനിയൊരു 50 കൊല്ലെങ്കിലും മിനിമം വേണം. ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് പഴയ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ എന്ന് വെച്ചാൽ ഉണ്ടായിരുന്ന ഹൈറിനെ തല്ലിക്കെടുത്തിയിട്ടാണ് അവരെന്ത് ചെയ്തത്? ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. അപ്പം അത് വലിയ ഷർറാണ്, വലിയ ഷർറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പോലെ ശൈത്താനിൻ്റെ ഹൃദയങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഉള്ള ആളുകളല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിൽക്കുകയില്ല. അപ്പം നമ്മൾക്ക് നൽകപ്പെടേണ്ട അവകാശങ്ങൾ ഭരണാധികാരി നൽകുന്നില്ലെങ്കിലും നമ്മൾ അനുസരിക്കണം. ആ ഭരണാധികാരിക്കെതിരെ വിപ്ലവം നടത്താൻ പാടില്ല, ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. അങ്ങനെ ചെയ്യാതിരിക്കുക, അങ്ങനെ ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത് വൻപാപങ്ങളിൽപ്പെട്ട കാര്യമാണ്. പിന്നെ അടുത്ത ഇവിടെ വിഷയം പറയുന്നത് ഭൂമിയുടെ അടയാളങ്ങൾ മാറ്റുക, അതിൽ കൈക്രിയ നടത്തുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, പല സ്ഥലങ്ങളിലും വഴി തിരിച്ചറിയാൻ, സ്ഥലങ്ങൾ തിരിച്ചറിയാൻ പല അടയാളങ്ങളുണ്ടാവും. ഇന്നത്തെ കാലത്ത് ധാരാളം എന്തുണ്ട്, ഈ സൈൻ ബോർഡുകളും കാര്യങ്ങളൊക്കെ ധാരാളമുണ്ട്. കുറച്ചുകൂടി മുമ്പ് പണ്ട് മയിൽക്കുറ്റികളായിരുന്നു. അതിനേക്കാളും മുമ്പ് പല നാട്ടിൽ പല കാലഘട്ടങ്ങളിൽ പല രീതികളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അടയാളങ്ങൾക്ക് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള വഴി മനസ്സിലാകാനും ഏതൊരു റൂട്ടിലേക്ക് പോകണം. ചില സന്ദർഭങ്ങൾ, ചില സ്ഥലങ്ങളൊക്കെ വിജനമായ സ്ഥലങ്ങളായിരിക്കും. അവിടെ ആകെ 2 എന്തുണ്ടാവും, വഴികൾ, അടയാളങ്ങളുണ്ടാവും. ഇങ്ങോട്ട് പോയാൽ ഈ നാട്ടിലേക്ക്, ഇങ്ങോട്ട് പോയാൽ ഈ നാട്ടിലേക്ക്. അപ്പോൾ ആ അടയാളങ്ങൾ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം? അതിന് മാറ്റണം. വെറുതെ രസം. ഇങ്ങോട്ട് പോയാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് തെക്കോട്ട് പോയാൽ തൃശ്ശൂരും അല്ലെങ്കിൽ മലപ്പുറവും അങ്ങനെ ആ ഭാഗവും, വടക്കോട്ട് പോയാൽ കണ്ണൂർ ആ ഭാഗമാണ്. ഒരാൾക്ക് വഴി അറിയാത്തൊരാൾ, ഈ വഴി അടയാളങ്ങൾ നോക്കി സഞ്ചരിക്കുന്ന ഒരാൾ, അയാൾക്ക് ഈ വലത്തോട്ടും ഇടത്തോട്ടും വടക്കോട്ടും തെക്കോട്ടും തിരിയേണ്ട ഭാഗത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം? അങ്ങോട്ടുള്ളത് ഇങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് അങ്ങോട്ടും തിരിച്ചു വെച്ചാൽ അത് കാണുന്നവരെ രസമാണെങ്കിൽ പോലും അതുകൊണ്ടുണ്ടാവുന്ന ഷർറ് വളരെ വലുതാണ്. അതുകൊണ്ട് അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസം വളരെ വലുതാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെയുള്ള ആളുകളെ ലഅന അല്ലാഹു മൻ ഗയ്യറ മനാറൽ അർദ്, ഇതുപോലത്തെ ഭൂമിയിലെ അടയാളങ്ങൾ അതിനെ മാറ്റം വരുത്തുന്ന ആളുകളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
അപ്പം അടയാളങ്ങളെ മാറ്റുക എന്നുള്ളത് വളരെയധികം ഗൗരവമുള്ള തിന്മയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു തിന്മയാണ് കൈക്കൂലി വാങ്ങിക്കുക എന്നുള്ളത്. കൈക്കൂലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് അർഹതപ്പെട്ടതല്ലാത്ത ഒരു കാര്യം, ആ കാര്യം അതെന്തെങ്കിലും ചിലപ്പോൾ ജോലിയോ എന്തെങ്കിലും കാര്യം, ആ കാര്യം നമ്മൾക്ക് കിട്ടാൻ വേണ്ടി, അത് കിട്ടുന്നത് എളുപ്പമാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് സാമ്പത്തികമായി എന്തെങ്കിലും സഹായം നൽകുക, അല്ലെങ്കിൽ ഒരു സമ്മാനം പോലെ നൽകുക. അതിനാണ് കൈക്കൂലി എന്ന് പറയുന്നത്. സമ്പത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് അർഹതപ്പെട്ടതല്ലാത്തൊരു കാര്യം നേടിയെടുക്കുക. അപ്പം അങ്ങനെ കൈക്കൂലി നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് ലഅനല്ലാഹു റാഷി വൽ മുർത്തഷി. കൈക്കൂലി വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. കൈക്കൂലി വാങ്ങുന്നവനെയും കൊടുക്കുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് അർഹതപ്പെട്ടതല്ലാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, മറ്റുള്ള വഴികളിലൂടെ അത് അന്വേഷിക്കണ്ട. സാമ്പത്തികമായി സ്വാധീനിച്ചിട്ടോ മറ്റൊന്നും നമ്മൾ ആ കാര്യം നേടിയെടുക്കാൻ നിൽക്കരുത്. അതിനാണ് കൈക്കൂലി എന്ന് പറയും. അപ്പം അങ്ങനെ ചെയ്യുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ചില നാടുകളിൽ കൈക്കൂലി കൊടുക്കാതെ നമുക്ക് അർഹതപ്പെട്ടത് പോലും കിട്ടൂല. ചില നാടുകളിൽ കൈക്കൂലി കൊടുക്കാതെ നമുക്ക് അവകാശപ്പെട്ട, നമുക്ക് അർഹതപ്പെട്ട കാര്യമായിരിക്കും, പക്ഷെ അത് കിട്ടണമെങ്കിൽ പോലും കൈക്കൂലി കൊടുക്കേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, കൈക്കൂലി കൊടുക്കുന്നതിൽ തെറ്റില്ല. അത് ഈ പറഞ്ഞ വൻപാപത്തിൽ ഉൾപ്പെടുകയില്ല. വിഷയം എന്നുള്ളത് നമുക്ക് അർഹതപ്പെട്ടതാണോ അല്ലയോ എന്നുള്ളതാണ് വിഷയം. നമ്മളതിന് യോഗ്യരാണോ അല്ലയോ എന്നുള്ളതാണ് വിഷയം. നമ്മൾക്ക് യോഗ്യതയില്ലാത്തൊരു കാര്യം ചുളുവിൽ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കഴിവ് ഉപയോഗപ്പെടുത്തുന്നത്, അതാണ് ഈ പറയുന്ന കൈക്കൂലി. അത് വൻപാപമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അധ്യാപക ജോലിക്ക് വേണ്ടി ഒരാളൊരു സ്ഥാപനത്തിലേക്ക് പോകണം. അയാൾക്ക് അതിനുള്ള യോഗ്യത ഇല്ല, പഠിപ്പിക്കാൻ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. പക്ഷേ ഇൻ്റർവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ വെരിഫൈ ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യണം, ഈ ജോലിക്ക് അപേക്ഷിക്കുന്ന ആൾ സാമ്പത്തികമായി കുറച്ച് കയ്യിൽ കൊടുക്കണം, അയാളെ തൃപ്തിപ്പെടുത്തണം. അപ്പം ഇയാൾ എന്ത് ചെയ്യണം, ഇയാൾ ക്വാളിഫൈഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇൻഫർമേഷൻ കൊടുക്കണം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ജോലിക്ക് കിട്ടുകയാണ്. അത് എന്ത് കാര്യത്തിലും ഒരുപാട് മേഖലകൾ അത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമാണ് റിഷ്, തട്ടിപ്പ്, വെട്ടിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗശ്ശന ഫലൈസ മിന്ന. ആരാണോ നമ്മളെ പറ്റിക്കുന്നത് അവൻ നമ്മിൽപ്പെട്ടവനല്ല. വഞ്ചന കാണിക്കുന്നവൻ, തട്ടിപ്പ് നടത്തുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് വളരെ ഗൗരവമുള്ള വിഷയം, വളരെ ഗൗരവമുള്ള തിന്മയാണെന്ന് അറിയിക്കുന്ന വാക്കാണ്. അത് ഉദാഹരണത്തിന് ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഈത്തപ്പഴ കച്ചവടക്കാരൻ, അയാളുടെ കച്ചവടം ചെയ്യുന്ന ഈത്തപ്പഴം മുമ്പിൽ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കൂമ്പാരമായിട്ട് മല പോലെ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ കൂമ്പാരത്തിൻ്റെ മുകളിൽ കാണുന്ന ഈത്തപ്പഴമൊക്കെ നല്ല ഈത്തപ്പഴം, നല്ല ഫ്രഷായിട്ടുള്ള ഈത്തപ്പഴം, ഒരു പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, ഈ കൂമ്പാരത്തിന് ഉള്ളിലേക്ക് കൈയിടുമ്പോൾ ഉള്ളിലുള്ള ഈത്തപ്പഴം മൊത്തം നനഞ്ഞ് കേടുവന്ന ഈത്തപ്പഴം, ഉള്ളിലുള്ളത് നനഞ്ഞ് കേടുവന്ന ഈത്തപ്പഴം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് ചോദിക്കും, നിനക്ക് ഈ കേടുവന്ന ഈത്തപ്പഴം മുകളിൽ വെച്ചൂടെ? ഈ ഉണങ്ങിയ ഈത്തപ്പഴം വിൽക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അത് അല്ല, ഉണങ്ങിയതല്ല, നനഞ്ഞ് കുതിർന്ന ഈത്തപ്പഴം വിൽക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്താ, നനയാത്ത കേടുവരാത്ത ഈത്തപ്പഴത്തെ കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നനഞ്ഞ ഈത്തപ്പഴം കൊടുക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, നിനക്ക് ഈ നനഞ്ഞതിനെ മുകളിൽ വെച്ചൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മൻ ഗശ്ശന ഫലൈസ മിന്ന,
ആരാണോ തട്ടിപ്പ് നടത്തുന്നത് അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുക, സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. കാര്യം ക്ലിയർ ആയിരിക്കണം. നമുക്ക് ഇതിൽ ഈ ക്വാളിറ്റി ഉള്ളൂ എങ്കിൽ ആ ക്വാളിറ്റി അവർക്ക് കാണണം. ഇപ്പോൾ ചില പൊതുവെ നാട്ടിലൊക്കെ വ്യാപകമായിട്ടുള്ള കാര്യമാണ് എന്ത്, ഈ പല ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകൾക്ക് എന്തുണ്ടാവും, ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാവും. പല ബ്രാൻഡുകൾക്കും നല്ല ഫേമസ് ആയിട്ടുള്ള ഒരുപാട് വില കൂടിയ ബ്രാൻഡുകളായിരിക്കും. അതിനെന്തുണ്ടാവും, അത്രയൊന്നും വിലയില്ലാതെ കണ്ടാൽ അതേപോലെ തോന്നിക്കും. നമുക്ക് എന്താണിത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയില്ല. എല്ലാം അതേപോലെ ഉണ്ടാവും. അവരുടെ എന്താ പറയുക, സിമ്പലും എംബ്ലവും എല്ലാം, അവരുടെ പ്രൈസ് ടാഗും എല്ലാം അതേപോലെ തന്നെ ഉണ്ടാവും. അത് വസ്ത്രങ്ങളിലുണ്ട്, ചെരുപ്പിലുണ്ട്, മറ്റ് പല അക്സസറീസിലും ഉണ്ട്, ആ രൂപത്തിലുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കങ്ങനെ വിൽക്കുന്നത് തെറ്റല്ല. എപ്പോഴാണെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞു വിൽക്കുകയാണെങ്കിൽ, അത് ഇതിൻ്റെ സെക്കൻഡ് കോപ്പിയാണ്, ഒറിജിനലല്ല എന്ന് പറഞ്ഞ് വിൽക്കുന്ന പ്രശ്നമൊന്നുമല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഒറിജിനലാണ്, അത് ശരിക്കും അത് സെയിം ആണ്, അതേ കമ്പനിയാണ്, ഒറിജിനൽ കമ്പനിയാണ്, അതിന് ഒറിജിനൽ പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വിൽക്കുന്നത് ഈ പറഞ്ഞ വഞ്ചനയിൽപ്പെടുന്ന. അപ്പം നമ്മൾ വിൽക്കുന്നതിനെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് വിൽപ്പനയിൽ മാത്രമല്ല, മൊത്തത്തിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇത് വരും. ഇപ്പോൾ പരീക്ഷാ തട്ടിപ്പുകളുടെ കാലമാണല്ലോ. പല എന്താ പറയുക, പരീക്ഷ നടത്തുന്ന അധ്യാപകൻ എന്ത് ചെയ്യുക, കുറച്ച് കൈവശം കൊടുക്കുക. അപ്പോൾ അധ്യാപകൻ എന്ത് ചെയ്യും, പരീക്ഷയിൽ വരാൻ പോകുന്ന ചോദ്യങ്ങൾ നേരത്തെ കൂട്ടി അറിയിച്ചു കൊടുക്കും. ഇങ്ങനെ ഇതൊക്കെ ഒരുപാട് ഇനങ്ങളുണ്ട്, ഒരുപാട് രൂപങ്ങളുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ തട്ടിപ്പ് നടത്തുക എന്നുള്ളത് എന്തല്ല, ഒരിക്കലും ഒരു മുസ്ലിമിന് ചേർന്നതല്ല, അത് വൻപാപങ്ങളിൽപ്പെടുന്ന തിന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്, മാ മിൻ അബ്ദിൻ യസ്തറഈഹില്ലാഹു റഈയതൻ യമൂതു യൗമ യമൂതു വഹുവ ഗാശുൻ ലിറഈയതിഹി ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് കീഴിൽ കുറേ ആളുകൾ നിശ്ചയിച്ചു കൊടുക്കുകയാണ്. അത് പല രൂപത്തിലാകാം. ഒരു വീട്ടിലെ ഉപ്പാൻ്റെ കീഴിൽ ഭാര്യയും മക്കളും ഉണ്ടാകുന്നതാകാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, വലിയൊരു മേലുദ്യോഗസ്ഥന് കീഴിൽ കീഴുദ്യോഗസ്ഥൻ വരുന്ന പലതരത്തിലാകാം. അപ്പം അങ്ങനെ തൻ്റെ കീഴിലുള്ളവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇവൻ അവരുടെ വിഷയത്തിൽ വഞ്ചന കാണിക്കുകയാണ്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇവൻ നരകത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം, പഠിപ്പിക്കുകയാണ്. അപ്പം അത് വളരെയധികം എന്ത് ചെയ്യണം, നമ്മുടെ കീഴിലുള്ള ആളുകളുടെ വിഷയത്തിൽ ഒരാളെയും നമ്മൾ വഞ്ചിക്കാതെ പറ്റിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. അത് ധാരാളമുണ്ട്, പല ഫീൽഡുകളിലും പല രൂപത്തിലാണ്. ചില ആളുകൾക്ക് തീരെ എന്താ പറയുക, പ്രൊമോഷൻ കൊടുക്കേണ്ട അവസ്ഥ എത്തുമ്പോഴും പ്രൊമോഷൻ കൊടുക്കാതെ നീട്ടിവെക്കലും പലതരത്തിലുണ്ട്, പല രൂപത്തിലുണ്ട്, ഒരുപാട് ഇനങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് നേരത്തെ തമ്മിലുള്ള ബന്ധം, കുടുംബ ബന്ധം ഉള്ളതുകൊണ്ട് അങ്ങനെ പല രൂപത്തിൽ ഈ ഒരു വഞ്ചന എന്നുള്ളത് നടക്കാറുണ്ട്. അപ്പം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ താക്കീത് ചെയ്തിട്ടുള്ള വിഷയമാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത വിഷയം ഇവിടെ വരുന്നത്, ഭരണാധികാരി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഭരണാധികാരിക്കെതിരെ നമ്മൾ വിപ്ലവം നടത്താൻ പാടില്ല. ഭരണാധികാരി അങ്ങനെ ഭരണീയരുടെ വിഷയത്തിൽ ഇതുപോലെ മോശപ്പെട്ട രൂപത്തിൽ ഇടപഴകുക, അവർക്ക് വേണ്ട അവകാശങ്ങൾ കൊടുത്തു വിട്ടാതിരിക്കുക എന്നുള്ളത്, അത് ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം വൻപാപമാണ്. അയാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം, അയാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത് അയാൾക്ക് അതിൻ്റെ മേൽ കുറ്റം കിട്ടും, അയാൾക്കതിൻ്റെ മേൽ കുറ്റം കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അറിവ് മറച്ചു വെക്കുക എന്നുള്ളത്. അറിവ് മറച്ചു വെക്കുക പറഞ്ഞാൽ എല്ലാ തരം അറിവുമല്ല, എല്ലാ അറിവും എല്ലാവർക്കും അനുയോജ്യമാകണമെന്നില്ല. പക്ഷേ ഓരോരുത്തർക്കും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അറിവുകളുണ്ടാവും.
അല്ലെങ്കിൽ നമ്മൾ തുറന്നു പറയേണ്ട നിർബന്ധിതാവസ്ഥയിലെത്തുന്ന അറിവുകളുണ്ടാവും. അത്തരം അറിവുകൾ തുറന്നു പറയാതെ മിണ്ടാതിരിക്കുക, ആ അറിവ് എത്തിച്ചു കൊടുക്കാതെ മറച്ചു വയ്ക്കുക എന്നുള്ളത് അത് വൻപാപങ്ങളിൽപ്പെട്ട കാര്യമാണ്. അള്ളാഹു ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 159 ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. നാം കൃത്യമായി വേദഗ്രന്ഥത്തിൽ അവതരിപ്പിച്ച് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം, ക്ലിയറായി വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം അത് മറച്ചു വയ്ക്കുന്ന ആളുകൾ, അവരുടെ മേൽ അള്ളാഹും ശപിച്ചിട്ടുണ്ട്, ശപിക്കുന്നവരൊക്കെയും ശപിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാം, മൻ സുഇല അൻ ഇൽമിൻ ഫകതമഹു അൽജമഹുല്ലാഹു യൗമൽ ഖിയാമത്തി ബിലിജാമിൻ മിൻ നാർ. ഒരാളോട് ഒരു അറിവ് ചോദിക്കപ്പെട്ടു, അവൻ എന്ത് ചെയ്യണം? ആ അറിവ് പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഖിയാമത്ത് നാളിൽ തീ കൊണ്ടുള്ളൊരു കടിഞ്ഞാൺ അവൻ്റെ വായിലിടും. തീ കൊണ്ടുള്ള കടിഞ്ഞാൺ അവൻ്റെ വായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഘടിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചു തന്നിട്ട്. അപ്പം അത് വളരെയധികം എന്ത് ചെയ്യേണ്ടതാണ്? ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ, മുസ്ലിം നാടല്ല, മറ്റ് പല മതസ്ഥർ നമ്മൾക്കിടയിലുണ്ട്. പലരെയും നമുക്ക് വളരെ അടുത്ത് പരിചയം ഉണ്ടാവും, നമ്മളുമായിട്ട് വളരെയധികം നല്ല ബന്ധത്തിലുണ്ടാവും, നല്ല മുആമലത്ത്, നല്ല പെരുമാറ്റത്തിലൊക്കെയാണ് ഉണ്ടാവുക. നമ്മുടെ സ്വഭാവത്തോട് അവർക്ക് നല്ല മതിപ്പും ഉണ്ടാവും. പക്ഷേ നമ്മളൊരിക്കൽ പോലും ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചോ അള്ളാഹുവിനെ സംബന്ധിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചോ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ അറിവ് മറച്ചു വയ്ക്കുന്നത് പോലെ നമുക്ക് എല്ലാവരോടും പറയാൻ കഴിയില്ല, ശരിയാണ്. അതിനുള്ള സാഹചര്യം സൗകര്യമൊന്നുമില്ല. പലപ്പോഴും നമുക്ക് പറയാൻ പറ്റാത്ത സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇതുപോലെ പറയാൻ പറ്റുന്ന സാഹചര്യങ്ങൾ കിട്ടിയിട്ടും നമ്മൾ പറയാതിരിക്കുക എന്ന് വെച്ചാൽ, നമ്മുടെ ഉദാഹരണത്തിന് അയൽക്കാർ, വർഷങ്ങളായി നമ്മുടെ അയൽക്കാരൻ തന്നെയാണ്, നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് അയാൾ താമസം. നമ്മളുമായിട്ട് സംസാരിക്കലും കാണലും ഇടപെടലും ഒക്കെ നല്ല ബന്ധത്തിലാണ്. ഇത്രയും വർഷം അയൽക്കാരനായി ജീവിച്ചിട്ടും ഒരിക്കൽ പോലും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, അയാൾക്ക് ദീനുൽ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അത് വലിയ ഗൗരവമുള്ള വിഷയം. അയാൾ സ്വീകരിക്കുന്നോ സ്വീകരിക്കാതിരിക്കുന്നോ അത് അയാളായ റബ്ബായി, നമുക്കതിൻ്റെ ചുമതലയില്ല. പക്ഷെ നമ്മൾക്കത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. നമ്മൾക്കത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബിദഅത്തുകാർ, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പല ബിദഅത്ത് ചെയ്യുന്ന ആളുകളുണ്ടാവും, ഏറ്റവും അടുത്ത കുടുംബത്തിലുണ്ടാവും, ഏറ്റവും അടുത്ത കൂട്ടുകാരിലുണ്ടാവും. അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടും പറഞ്ഞു കൊടുക്കാതിരിക്കുക എന്നുള്ളത് വലിയ അപകടമാണ്. നേരെ തിരിച്ചും അങ്ങനെ തന്നെ, ഫർളായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള നിസ്കരിക്കാത്ത ആളുകൾ, അവർ നമ്മൾ കണ്ടിട്ട് അവർ നിസ്കരിക്കാത്ത നമ്മൾ അറിഞ്ഞിട്ടും നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ ഗൗരവത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കാതെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണെന്ത്? നമ്മളൊരു നന്മ കൽപ്പിക്കുക, നമ്മുടെ ജീവിതത്തിൽ അത് നടപ്പിലാക്കാൻ ഒരു പരിശ്രമവും നടത്താതിരിക്കുക. നമ്മൾ തിന്മ വിരോധിക്കുക, അതേ തിന്മ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളത് ഒഴിവാക്കാൻ ഒരു പരിശ്രമം, ഒരു എഫേർട്ടും നടത്തുന്നില്ല. ഒഴിവാക്കാൻ ഒരു പരിശ്രമവും എഫേർട്ടും നടത്തുന്നില്ല. ഇത് വലിയ അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ. ഈമാനുള്ളവരെ, നിങ്ങൾ ചെയ്യാത്തത് എന്തിനാണ് പറയുന്നത്? ഖബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫഅലൂൻ. നിങ്ങൾ ചെയ്യാത്തത് പറയുക എന്നുള്ളത് അള്ളാഹുവിന് വളരെയധികം, അവൻ്റെ കോപം വളരെ വലുതായിട്ടുണ്ട് എന്ന് അള്ളാഹു ഖുർആനിൽ പറയാം, സൂറത്ത് സഫിൽ. പക്ഷെ ഈ ആയത്തുകൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ള എന്താ? ചിലർ നേരെ ഉൾട്ടയായിട്ട് മനസ്സിലാക്കുക. ചിലർ വിചാരിക്കുക നമ്മളെല്ലാം തികഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനില്ല. അതല്ല ഈ ആയത്തിൻ്റെ അർത്ഥം.
അങ്ങനെയാണ് പിന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ മലക്കുകൾ ഇറങ്ങി വരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മലക്കുകൾ ആരെങ്കിലും ഇറങ്ങി വരേണ്ടി വരും. അതല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മളൊരു കാര്യം അത് നിർബന്ധമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിക്കുന്നെന്ന് വിചാരിക്കും. തെറ്റ് പറ്റാത്തവരൊന്നുമല്ല, നമുക്കൊക്കെ തെറ്റ് പറ്റുന്നവരാണ്. അപ്പം ആ തെറ്റ് അത് ഹറാമാണെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് ഒഴിവാക്കാൻ എനിക്കൊരു ഉദ്ദേശമില്ല. എൻ്റെ മനസ്സിൽ നീയത്തില്ല ഞാനത് ഒഴിവാക്കണം എന്നുള്ളത്. ഞാനതിൽ തുടരാൻ തന്നെ ഉദ്ദേശിക്കുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയണം നിങ്ങളത് ചെയ്യരുത്, അത് ഹറാമാണ്, നിങ്ങൾ ആ തിന്മ ഒരിക്കലും ചെയ്യരുത്, അത് ഹറാമാണ്, അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണ് എന്ന് ഞാൻ പറയുന്നത് ഇതിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ്, വൻപാപങ്ങൾപ്പെടുന്ന കാര്യം. അതേസമയം എൻ്റെ ജീവിതത്തിൽ തെറ്റ് പറ്റുന്നുണ്ട്. തെറ്റ് പറ്റുമ്പോഴൊക്കെ ഞാൻ തൗബ ചെയ്യുന്നുണ്ട്. ഓരോ വട്ടം തെറ്റ് പറ്റുമ്പോഴും ആ തെറ്റിൽ ഞാൻ പിന്തിരിയാനും ജീവിതത്തിൽ ഒരിക്കൽ സംഭവിക്കാതിരിക്കാനും പരമാവധി പരിശ്രമിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പിന്നെയും തെറ്റ് പറ്റുന്നുണ്ട്, അപ്പോഴും തൗബ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാം? ആ തെറ്റിനെ സംബന്ധിച്ച് വിമർശിച്ച് സംസാരിക്കാം. ആ തെറ്റിന് തൊട്ട് മറ്റുള്ളവരെ വിലക്കാം. ആ തെറ്റിന് തൊട്ട് മറ്റുള്ളവരെ വിലക്കാം. അത് രണ്ടും ശരിക്ക് ശ്രദ്ധിക്കണം. രണ്ടും രണ്ടാണ്. അപ്പൊ എല്ലാം തികഞ്ഞ് മറ്റുള്ളവരെ ഉപദേശിക്കുക എന്നുള്ളതല്ല, അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല. മറിച്ച് നമ്മളിൽ പരമാവധി മാറ്റം വരുത്താൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക. അതിനോടൊപ്പം മറ്റുള്ളവരെന്ത് ചെയ്യുക? ആ വിഷയത്തിൽ ഉപദേശിക്കുക എന്നുള്ളതാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഹദീസിൽ കാണാം. ഒരു വ്യക്തിയെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും, അവൻ നരകത്തിലേക്ക് വലിച്ചെറിയും. അപ്പം ഇവൻ്റെ ശിക്ഷയുടെ കാഠിന്യം കാരണത്താൽ ഇവൻ്റെ വയറ്റിലുള്ള കുടൽമാലകൾ എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്തേക്ക് പൊട്ടി വീണിട്ടുണ്ട്. ഈ കുടൽമാലകൾ പൊട്ടി പുറത്തേക്ക് വീണിട്ട് ഇവന് വേദന സഹിക്കാൻ വയ്യാതെ ഇവൻ ഈ കുടൽമാലിൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടം ചുറ്റാണ്. ഈ പണ്ട് കാലത്ത് ഈ ചക്കിലാട്ടാന്ന് പറയും, എണ്ണയൊക്കെ പണ്ട് അങ്ങനെ ഉണ്ടാക്കുക. അത് നടുവിലൊരു സാധനം ഉണ്ടാവും, ചുറ്റും കഴുതിയോ കാള എന്തെങ്കിലും ഉണ്ട്, എന്നിട്ട് ഇതിങ്ങനെ വട്ടത്തിൽ ചുറ്റും. ഇതേപോലെ ഈ വ്യക്തിയുടെ കുടൽമാല പുറത്തേക്ക് ചാടി ഇവൻ ഇതിൻ്റെ ചുറ്റും, കുടൽമാല അവന് വേർപെട്ടിട്ടില്ല, ഇതിൻ്റെ ചുറ്റും വട്ടത്തിൽ വേദന സഹിക്കുകയാതെ ഇങ്ങനെ വട്ടത്തിൽ ഓടുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നരകക്കാരിൽപ്പെട്ട ബാക്കിയുള്ള ആളുകൾ ചോദിക്കും, ഇയാളെ പേര് വിളിച്ച് ചോദിക്കും, നിനക്കെന്താ പറ്റിയത്? താങ്കൾക്ക് എന്താണ് പറ്റിയത്? നീ ഞങ്ങളോട് പല നന്മകളും ദുനിയാവിൽ കൽപ്പിക്കാറുണ്ടായിരുന്നല്ലോ, നീ ഞങ്ങൾക്ക് പല തിന്മകളും ഞങ്ങളെ തൊട്ട് വിലക്കാറുണ്ടായിരുന്നല്ലോ, പിന്നെങ്ങനെയാണ് നീ ഇവിടേക്ക് എത്തിയത്? നിനക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഞാൻ നിങ്ങളോട് നന്മ കൽപ്പിക്കാറുണ്ടായിരുന്നു, ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. ഞാനത് ചെയ്യാൻ, എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ, പ്രാക്ടിക്കലാക്കാൻ എൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു എഫേർട്ടും എടുത്തിട്ടുണ്ടായി, ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞു പോകും. അതേപോലെ തന്നെ ഞാൻ നിങ്ങളെ തിന്മയെ തൊട്ട് വിലക്കാറുണ്ടായി, പക്ഷെ ഞാനത് ചെയ്യാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാനത് ഒഴിവാക്കാൻ ഒരു പരിശ്രമവും നടത്തിയിട്ടില്ല, ഞാനതിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളുടെ ശിക്ഷയെ പറ്റി ഹദീസിൽ പഠിപ്പിച്ചിരുന്നത് അങ്ങനെയാണ്. അതേപോലെ തന്നെ മറ്റൊരു തിന്മയാണെന്ത്? വൻപാപമാണ് ആവശ്യത്തിന് സമ്പത്തുണ്ടായിട്ടും മറ്റുള്ളവരോട് സമ്പത്ത് ചോദിക്കുക എന്നുള്ളത്. സമ്പത്ത് ആവശ്യത്തിനുണ്ടായിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുക എന്നുള്ളത്, അതും വൻപാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മൻ സഅല അന്നാസ അംവാലഹും തകസ്സുറൻ ഫഇന്നമാ യസ്അലു ജംറൻ. ആരെങ്കിലും ജനങ്ങളോട് സമ്പത്ത് അധികരിപ്പിക്കാൻ, അവന് അത്യാവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, വേറെ കുടുങ്ങിപ്പോയി ആളുകളെ മുന്നിൽ കൈനീട്ടുന്നത് വേറെ വിഷയം, അത് വൻപാപമൊന്നല്ല, അത് അനുവദിക്കപ്പെട്ടിട്ടില്ല, നിരുത്സാഹപ്പെടുത്തപ്പെട്ടിട്ടാണെങ്കിലും അത് അനുവാദമുണ്ട്, ഹറാമൊന്നുമല്ല. പക്ഷേ ഇയാൾക്ക് അയാളുടെ ജീവിതത്തിന് അത്യാവശ്യമായിട്ട് സമ്പത്ത് അയാളുടെ കയ്യിലുണ്ട്, പിന്നെയും സമ്പത്ത് കൂട്ടാൻ, അയാളുടെ സമ്പത്ത് അധികരിപ്പിക്കാൻ എന്ത് ചെയ്യാണ്?
മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്, ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ചോദിക്കുന്നത് തീക്കട്ടയാണ്. വിശ്വാസം പഠിപ്പിച്ചാൽ അവൻ ചോദിക്കുന്നത് തീക്കട്ടയാണ്. ഫൽ യസ്തഖിൽ ഔ ലിയസ്തക്സിർ. അവൻ ഉദ്ദേശിക്കുന്നെങ്കിൽ കുറച്ചു കൊള്ളട്ടെ, അവൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ എന്ന് വെച്ചാൽ അവൻ എത്രത്തോളം ചോദിക്കുന്നോ അത്രത്തോളം തീക്കട്ടകൾ അവന് വേണ്ടി നിശ്ചയിക്കപ്പെടും ശിക്ഷയായിട്ട്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന്, മാ യസാലു റജുലു യസ്അലു നാസ് ഹത്താ യഅതിയ യൗമൽ ഖിയാമത്തി ലൈസ ഫീ വജ്ഹിഹി മുസ്അതു ലഹ്. ഒരാൾ ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, ചോദിച്ച് കൈനീട്ടിക്കൊണ്ടേയിരിക്കും. ഏതുവരേക്കും? ഖിയാമത്ത് നാളിൽ അവൻ എത്തുമ്പോൾ അവൻ്റെ മുഖത്ത് എന്തുണ്ടാവില്ല, ഒരു തരി മാംസം ഉണ്ടാവില്ല. ചില അവനെ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും ഈ കോലത്തിലാണ്, മുഖത്തൊരു മാംസത്തിലൊരു തരിയില്ലാതെ. അങ്ങനെയാണ് അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ആളുകൾക്കിടയിൽ വഷളാക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് അങ്ങേയറ്റം നിവൃത്തിയില്ലാതെ എന്നുവെച്ചാൽ നമ്മുടെ കയ്യിൽ പലരും എന്താ പറയുക, പല ആളുകളും അത് പലപ്പോഴും കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. പലരും ഇങ്ങനെ റമദാനിലും അല്ലാത്ത സമയത്തൊക്കെ വീട്ടിലേക്ക് സഹായത്തിനും മറ്റ് ആവശ്യത്തിനൊക്കെ വേണ്ടി കടന്നു വരുന്ന പല ആളുകളും അവരുടെ ശരിക്കുള്ള അവസ്ഥകൾ അന്വേഷിക്കുമ്പോൾ ഒരുപാട് നല്ല അവസ്ഥ, ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന നമ്മളെക്കാൾ നല്ല അവസ്ഥയായിരിക്കും അവരുണ്ടാവുക. പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് അങ്ങനെ ചോദിക്കാൻ വരുന്ന എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ പറയുന്നത്. അങ്ങനെയുള്ളവർ അതിലുണ്ട്, അങ്ങനെയുള്ളവരും അതിലുണ്ട്. അപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ ചില ആളുകളൊക്കെ ഉണ്ട്, അവരുടെ ഭർത്താവ് കിടപ്പിലായിട്ടുണ്ടാവും, ബാക്കിയൊക്കെ ചെറിയ മക്കളായിരിക്കും. അതുപോലെ അങ്ങനെ വീട്ടുകാരൊന്നും തിരിഞ്ഞു നോക്കാതെ അങ്ങനെ നിവൃത്തി കെട്ട് വേറൊരു വഴിയില്ലാതെ ജോലിക്ക് പോകാൻ പറ്റാതെ എന്തെങ്കിലും വൈകല്യവും മറ്റൊക്കെ ബാധിച്ച് അങ്ങനെ എല്ലാ നിലയ്ക്കും കുടുങ്ങിപ്പോയി ചോദിക്കേണ്ടി വരുന്ന ഗതികേടിലെത്തിയ ആളുകൾ, അതൊന്നും ഈ ഇനത്തിൽപ്പെടുന്നതല്ല. പക്ഷേ അങ്ങനെ അല്ലാതെ നമ്മൾ ഈ രൂപത്തിൽ മറ്റുള്ള ആളുകളോട് ചോദിക്കാൻ ഇറങ്ങുക എന്നുള്ളത് വളരെയധികം പേടിക്കേണ്ട വിഷയമാണ്. പിന്നെ അടുത്ത വിഷയം, ഒരു ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ വിരിപ്പ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഭാര്യ-ഭർത്തൃ ബന്ധത്തിലേർപ്പെടാൻ, ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ ഭാര്യയെ ക്ഷണിക്കാം. അവൾ അതിനെന്ത് കൂട്ടാക്ക്, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, തടസ്സങ്ങളോ എന്തെങ്കിലും രോഗമോ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല, അവൾ അതിന് തയ്യാറാവുന്നില്ല, ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതാണ് മറ്റൊരു വൻപാപം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇദാ ദഅർ റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി ഫഅബത് അൻ തജീഅ. ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ തൻ്റെ വിരിപ്പിലേക്ക് ക്ഷണിക്കാം, അവൾ അതിലേക്ക് കടന്നു വരാൻ കൂട്ടാക്കുന്നില്ല, സമ്മതിക്കുന്നില്ലെങ്കിൽ ഫബാത ഗദ്ബാനൻ അലൈഹ, അങ്ങനെ ഈ ഭർത്താവ് ഈ ഭാര്യയോട് കോപിച്ച രൂപത്തിൽ, അവളോട് ദേഷ്യപ്പെട്ട രൂപത്തിൽ രാത്രി കഴിച്ചു കൂട്ടുകയാണെങ്കിൽ ലഅനത് ഹൽ മലായികതു ഹത്താ തുസ്ബിഹ്, രാവിലെ ആകുന്നതുവരേക്കും മലക്കുകൾ ഈ പെണ്ണിനെ ശപിച്ചുകൊണ്ടേയിരിക്കും രാത്രി മുഴുവൻ. മറ്റൊരു ഹദീസിൽ കാണാം, ഇല്ലാ കാനല്ലദീ ഫിസ്സമാഇ സാഖിതൻ അലൈഹ ഹത്താ യർളഅ അൻഹ. വളരെ ഗൗരവമുള്ള വാക്കാണ്. വിശ്വാസം പഠിപ്പിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, അവളെ വെറുക്കും. ഏതുവരേക്കും? ഹത്താ യർളഅ അൻഹ, ഈ ഭർത്താവ് അവളെ തൃപ്തിപ്പെടുന്നത് വരേക്കും. അള്ളാഹു അവളുടെ മേൽ കോപിക്കും, ഭർത്താവ് അവളെ തൃപ്തിപ്പെടുന്നത് വരേക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതിൻ്റെ അർത്ഥം എന്തല്ല, ചില ആളുകൾ ഇതും പറഞ്ഞ് മുതലെടുക്കും, ചില ആളുകൾ ഇതും പറഞ്ഞ് മുതലെടുക്കും. നമ്മൾ ശ്രദ്ധിക്കണം.
നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും മനസ്സിലുള്ള നീയത്തുകളും എല്ലാം അറിയുന്ന റബ്ബിൻ്റെ അടുക്കലേക്കാണ് നമ്മൾ പോകാനുള്ളത്. അവനാണ് നമ്മൾ വിചാരണ ചെയ്യുക. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ റബ്ബിനെ തെറ്റിദ്ധരിപ്പിക്കാനൊന്നും പറ്റൂല. ചില ആളുകൾ ഇത്തരം ഹദീസുകളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, വളരെയധികം ക്ഷീണിച്ചിരിക്കുന്ന, വളരെ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന ഭാര്യമാരെ പോലും ഇത്തരം കാര്യങ്ങൾക്ക് നിർബന്ധിക്കാറുണ്ട്. അതൊന്നും ശരിയല്ല. അവരുടെ പ്രയാസങ്ങൾ പരിഗണിക്കണം. അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. അപ്പം അത് എന്താ പറയുക, വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ചെയ്തു തന്ന ഹിദ്മത്തുകളെ വാക്കുകൊണ്ട് നിഷേധിക്കുക എന്നുള്ളത്. വാക്കുകൊണ്ട് നിഷേധിക്കുക. അപ്പം അത് പലപ്പോഴും പിണക്കങ്ങൾ ഉണ്ടാവുമ്പോൾ സംഭവിക്കുക, തമ്മിൽ തെറ്റുമ്പോഴാണ് പൊതുവെ സംഭവിക്കുക. അല്ലേ? ഭാര്യ പറയുന്നത് കല്യാണം കഴിച്ച ആളുകൾക്കറിയാം. എന്തെങ്കിലുമൊക്കെ തമ്മിൽ തെറ്റിക്കഴിഞ്ഞാൽ പറയും, അല്ലെങ്കിലും നിങ്ങൾ എനിക്ക് എപ്പോഴാണ് ഒരു നല്ല കാര്യം ചെയ്തു തന്നിട്ടുള്ളത് ചോദിക്കും. നിങ്ങളെ കൊണ്ട് എനിക്ക് എപ്പോഴാണ് ഒരു ഹൈർ ഉണ്ടായിട്ടുള്ളത് ചോദിക്കും. നമ്മൾ ശ്രദ്ധിക്കണം. ആ ഒരു വാക്കുണ്ടല്ലോ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുഫർ എന്ന് പഠിപ്പിച്ചത്. ഒരു സ്ത്രീ നരകത്തിലേക്ക് ഏറ്റവും കൂടുതൽ പ്രവേശിക്കുക ഈ ഒരു വാക്കുകൊണ്ടാണ് പഠിപ്പിച്ചത്. വളരെ ഗൗരവമുള്ള വാക്കാണ്. നിങ്ങൾ സ്ത്രീകൾ വിചാരിക്കുന്നത് പോലെ അത് വെറൊരു വാക്കല്ല. ഒരു പുരുഷന്റെ ഹൃദയം അതിനേക്കാൾ വേദനിപ്പിക്കുന്ന മറ്റൊരു വാക്കുണ്ടാവില്ല. കാരണം ആ ഭർത്താവ് അവൻ്റെ ജീവിതം മുഴുവൻ ചോര നീരാക്കി അവൻ്റെ എല്ലാ സമയവും അധ്വാനവും ഒക്കെ ചെലവഴിച്ച് കഷ്ടപ്പെട്ട് ശേഖരിക്കുന്ന സമ്പത്ത്, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഭാര്യയും മക്കളെയൊക്കെ തീറ്റിപ്പോറ്റുന്നതും അവർക്ക് വേണ്ട ചെലവിനൊക്കെ കൊടുക്കുന്നത്. ഇത്രയും എഫേർട്ട് എടുത്തിട്ട് അവസാനം എന്തെങ്കിലും ചെറിയ വിഷയത്തിൽ പോരായ്മ വരുമ്പോൾ ഭാര്യ പറയണം, നിങ്ങൾ എനിക്ക് അല്ലെങ്കിലും ഒന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അത്രയും പ്രയാസം അനുഭവിച്ചിട്ട് ഭർത്താവിൻ്റെ മനസ്സിൽ അതിനേക്കാൾ മുറിവുണ്ടാക്കുന്ന, വേദന ഉണ്ടാക്കുന്ന മറ്റൊരു വാക്കുണ്ടാവില്ല. അത് വളരെയധികം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വിഷയം, അത് എന്താ പറയുക, വിവാഹം കഴിച്ചവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്ത്. അത് പലപ്പോഴും പലരും പറയാറില്ല. കാരണം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറയാൻ പലർക്കും നാണക്കേടാണ്. പക്ഷെ അത് പറയാതിരുന്നു കഴിഞ്ഞാലുള്ള അപകടം അതും വളരെ വലുതാണ്. നേരത്തെ പറഞ്ഞ പോലെ അറിവ് മറച്ചു വെക്കുന്നത് പോലെ. എന്താണത്? നമുക്കറിയാം, ഒരു സ്ത്രീയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പുരുഷന് ഭാര്യയാക്കി നിശ്ചയിച്ചു കഴിഞ്ഞാൽ, വിവാഹം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, ആ ഭാര്യയെ എല്ലാ നിലയ്ക്കും എന്ത് ചെയ്യാം, ഈ പുരുഷന് ആസ്വദിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത്, പുരുഷൻ ഭാര്യയുമായിട്ട് ഇണചേരുന്ന സന്ദർഭത്തിൽ ഏത് കാര്യത്തിലൂടെ എങ്ങനെ ബന്ധപ്പെട്ടാലാണോ മക്കളുണ്ടാവുക, കുട്ടികളുണ്ടാവുക, അതിലൂടെ അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഹദീസ്, അത് വളരെ കടുത്ത ഹദീസാണ്, വളരെ ഗൗരവം ഉള്ള ഹദീസാണ്. ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന ഹദീസ് വളരെ ഗൗരവമുള്ള ഹദീസാണ്. അത് ചില ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞ് വിലക്കിയിട്ടുണ്ട്. ലാ തഅ്തു നിസാഅ ഫീ അദ്ബാരിഹിന്ന, സ്ത്രീകളെ അവരുടെ പുറകിലൂടെ നിങ്ങൾ സമീപിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, ഈ ഒരാൾ അങ്ങനെ ഒരു സ്ത്രീയെ സമീപിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചതിൽ അവിശ്വസിച്ചിരിക്കുന്നു എന്ന രൂപത്തിൽ വളരെ ശക്തമായ താക്കീത് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താ പറയാ,
ഏത് ഭാഗത്തിലൂടെ ബന്ധപ്പെടുമ്പോഴാണോ മക്കളുണ്ടാവുക ആ ഭാഗത്തിലൂടെ അല്ലാതെ ബന്ധപ്പെടുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അത് വളരെ ഗൗരവമുള്ള, പേടിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണെന്ത്, ഇത്തരം ഭാര്യാഭർത്തൃ ബന്ധത്തിനിടയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഭർത്താവിന് ഭാര്യയെ സംബന്ധിച്ചും ഭാര്യയ്ക്ക് ഭർത്താവിനെ സംബന്ധിച്ചും അറിയുന്ന ഇത്തരം പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങൾ അത് മറ്റൊരാൾക്ക് പങ്കുവെക്കുക, ആ രഹസ്യം മറ്റൊരാളുമായി ഷെയർ ചെയ്യുക എന്നുള്ളത് അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. വിശ്വാസം പഠിപ്പിച്ചു തന്നത് ഇന്ന മിൻ അശർരിന്നാസി ഇൻദല്ലാഹി മൻസിലത്തൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട സ്ഥാനമുള്ള ആളുകളിൽ ഒരാൾ അർ റജുല യുഫ്ലി ഇല ഇംറഅതിഹി വതുഫ്ലി ഇലൈഹി സുമ്മ യൻഷുറു സിർറഹ. ഒരു ആണ് ഒരു പെണ്ണിലേക്കും പെണ്ണാണിലേക്കും പരസ്പരം കൂടിക്കലർന്നു, കൂടിച്ചേർന്നു, അതായത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലേർപ്പെട്ടു. സുമ്മ യൻഷുറു സിർറഹ, എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ വ്യക്തിയും ആണ് ഈ പെണ്ണിൻ്റെ രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുകയാണ്. അത് നമുക്കറിയാം, എല്ലാവർക്കും ഒരുപാട് പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരുപാട് ന്യൂനതകളുണ്ടാവും. മറ്റൊരാൾ അറിയാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് പോരായ്മകളുണ്ടാവും. അത്തരം കാര്യങ്ങൾ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന വ്യക്തിയാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയും ഭാര്യയും, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവും. അപ്പോൾ അവർ ഈ ഇത്രയും അടുത്തുള്ള ഇത്രയും ആരും അറിയാത്ത രഹസ്യങ്ങൾ, പോരായ്മകൾ അത് അടുത്തറിയാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്ന സമയത്ത് അതൊരിക്കലും പരസ്യപ്പെടുത്താതിരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമാണ്. അതേപോലെ തന്നെ അടുത്ത വിഷയം, മറ്റൊരു വൻപാപം എന്നുള്ളത് ചടങ്ങ് നിൽക്കുക നമ്മുടെ നാട്ടിൽ പറയാം. അതായത് നമുക്കറിയാലോ, ദീനുൽ ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ത്വലാഖ് എന്നുള്ള കാര്യം നിശ്ചയിച്ചിട്ടുണ്ട്, ബന്ധം വേർപെടുത്താനുള്ള ത്വലാഖ്. ഈ ത്വലാഖ് ഈ 3 ആദ്യത്തെ 2 കഴിഞ്ഞാലും നമുക്ക് തിരിച്ചെടുക്കാൻ അനുവാദമുണ്ട്. പക്ഷെ 3ാമത്തെ ത്വലാഖ് കഴിഞ്ഞാൽ എന്തായി, ഈ ഭാര്യ അന്യസ്ത്രീയായി. പിന്നെ ഇവൻ എന്തല്ല, ആ സ്ത്രീ ഹലാലല്ല, പിന്നെ ഭാര്യയായി തുടരുന്നില്ല. പിന്നെ ഈ സ്ത്രീയെ വീണ്ടും നിക്കാഹ് ചെയ്യണമെങ്കിൽ എന്തു വേണം, മറ്റൊരു പുരുഷൻ ആ സ്ത്രീയെ എന്ത് ചെയ്യണം, വിവാഹം ചെയ്ത് അവൻ അവളെ ത്വലാഖ് ചെയ്താലല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഈ സ്ത്രീയെ വീണ്ടും വിവാഹം കഴിക്കാൻ പറ്റില്ല, അനുവാദമില്ല. അപ്പോൾ ഈ ചടങ്ങ് നിൽക്കുക എന്നുള്ള തിന്മ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കപ്പെടുന്നു പറഞ്ഞാൽ, ഇയാൾക്ക് ആ സ്ത്രീയെ വീണ്ടും വിവാഹം കഴിക്കണമെന്നുണ്ട്. അപ്പോൾ വീണ്ടും വിവാഹം കഴിക്കണമെങ്കിൽ ആരെങ്കിലും വിവാഹം കഴിച്ച് ത്വലാഖ് ചൊല്ലണം. അപ്പോൾ ഇയാൾക്ക് വിവാഹം വീണ്ടും കഴിക്കാൻ വേണ്ടി ഒരാൾ എന്ത് ചെയ്യുക, അതിനു വേണ്ടി മാത്രം ഒരാൾ നിക്കാഹ് കഴിച്ചിട്ട് ത്വലാഖ് ചൊല്ലുക, അതിനെയാണ് ചടങ്ങ് നിൽക്കുക എന്ന് പറയും. പേരിനൊരു നിക്കാഹും ത്വലാഖും. അതല്ല, അങ്ങനെ കല്യാണം കഴിച്ചാൽ അനുവദനീയ ആവൂല. മറ്റൊരാൾ കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെ കല്യാണം കഴിച്ച് അവളെന്ത് ചെയ്യും, അതുമായി യോജിച്ചു പോവാത്തത് കൊണ്ട്, ശർഈയായ കാരണങ്ങൾ കൊണ്ട് അവളെ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക, ഇയാൾക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ആകാത്തിടത്തോളം ഈ രൂപത്തിൽ ചടങ്ങ് നിൽക്കുക എന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുള്ള കാര്യം. വിശ്വാസം പറഞ്ഞു, ലഅനല്ലാഹുൽ മുഹല്ലില വൽ മുഹല്ലല ലഹു. ഇങ്ങനെ ചടങ്ങ് നിൽക്കുന്നവനും ആർക്ക് വേണ്ടിയിട്ടാണോ ഇത് ചെയ്യുന്നത്, എന്നുവെച്ചാൽ ആദ്യത്തെ ഭർത്താവും 2ാമത്തെ ഭർത്താവും, ഇവർ 2 പേരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് വൻപാപങ്ങളിൽ പെടുന്നത്, മുടി കൂട്ടിച്ചേർക്കുന്നതും പച്ച കുത്തുന്നതും. മുടി കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടേതല്ലാത്ത മുടി
നമ്മുടെ മുടിയിൽ വെച്ച് പിടിപ്പിക്കുക, കൂട്ടിപ്പിടിപ്പിക്കുക. അത് വിഗ് പലതരത്തിലുണ്ട്, പല രൂപത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടേതല്ലാത്ത മുടി നമ്മുടെ തലയിൽ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് അതെന്താണ്? വൻപാപങ്ങളിൽപ്പെട്ട കാര്യം. കഷണ്ടിയായി മുടി പോയിട്ടുണ്ടാവും, അപ്പം എന്ത് ചെയ്യുക, മുടി അവിടെ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ ശരിക്കും കണ്ടാൽ, പണ്ടൊക്കെയാണ് ഈ കാറ്റടിച്ച പറന്നു പോകുന്ന വിഗുള്ളത്. ഇപ്പം അങ്ങനൊന്നുമല്ല. ഇപ്പം പുതിയ ടെക്നോളജികളൊക്കെ ഉള്ളതുകൊണ്ട് കാറ്റടിച്ചാലോ കുളിച്ചാലോ എന്ത് ചെയ്താലും അതവിടെ നിന്ന് പോകില്ല. അത് ശരിക്കും അവൻ്റെ മുടി പോലെ തന്നെ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കണം, അതൊക്കെ ഈ വൻപാപത്തിൽപ്പെടുന്ന കാര്യം. അതൊക്കെ ഈ വൻപാപത്തിൽപ്പെടുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, അതിൽ അനുവാദം നൽകപ്പെട്ടൊരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ തന്നെ മുടി മുളയ്ക്കുന്ന ഭാഗങ്ങളിൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറയും. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. അതിൽ ഒരു കൃത്യമായ അതിന് വളരാനുള്ള മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ ആക്കി നമ്മുടെ തന്നെ മുടി ആ മുടി മുളയ്ക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് വളർത്തിക്കൊണ്ടുവരുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് ഈ പറഞ്ഞ വൻപാപത്തിൽ ഉൾപ്പെടില്ല. അത് ഈ പറഞ്ഞ വൻപാപത്തിൽ ഉൾപ്പെടുക നമ്മുടെ തന്നെ മുടിയാണ്. അത് നഷ്ടപ്പെട്ടു പോയ, വേരറ്റുപോയ ആ മുടിയെ അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യും, വീണ്ടും വേര് കൊടുത്ത് അങ്ങനെ വളർത്തി കൊണ്ടുവരുന്നൊരു ചികിത്സാ രീതിയാണ്. അത് ധാരാളം സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ട്. സ്ത്രീകളും ലോകാടിസ്ഥാനത്തിൽ അത് വലിയൊരു ബിസിനസ്സാണ്, വിഗിന്റെ ബിസിനസ് എന്നുള്ളത്. എങ്ങനെ ട്രാൻസ്പ്ലാന്റേഷൻ വളരുന്നില്ല അല്ലേ? സ്വന്തം മുടി തന്നെ വളർത്തുന്ന ചികിത്സാ രീതികളൊക്കെ ഉണ്ട്. അല്ല, അങ്ങനെ നമ്മുടെ തന്നെ മുടി അത് അവിടെ വളർത്താൻ ഉള്ള സാങ്കേതിക വിദ്യകൾ ഇന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതിൻ്റെ പേര് എനിക്കറിയില്ല, ട്രാൻസ്പ്ലാന്റേഷൻ എന്നാണോ എന്താണ് അതിൻ്റെ ടെക്നിക്കൽ ടേം എനിക്കറിയില്ല. അത് എന്ത് ചെയ്തിട്ടുണ്ട്? അനുവാദമുള്ള കാര്യമാണ്. അത് അനുവാദമുള്ള, ഈ വൻപാപത്തിൽ പെടാത്ത കാര്യം. അത് കുറ്റം കിട്ടുന്ന കാര്യമല്ല. നമ്മുടെ തന്നെ മുടി വളരുന്ന ഭാഗത്തിലൂടെ മുടി വളർത്താനുള്ള സാങ്കേതിക വിദ്യ. അപ്പം അത് ഈ പറഞ്ഞ അതല്ലാത്ത ബാക്കിയുള്ള മുടി പിടിപ്പിക്കുന്ന സംവിധാനങ്ങൾ അതൊക്കെ ഈ വൻപാപത്തിൻ്റെ ഇനങ്ങളിൽ പെടുന്നതാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു പച്ച കുത്തുന്നത്. പച്ച കുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം, ഈ തൊലിപ്പുറത്ത് മാത്രം ഇങ്ങനെ പറ്റിപ്പിടിക്കുന്ന ഒരു കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സ്റ്റിക്കറുകളും ടാറ്റുകളൊക്കെ ഉണ്ട്. ഇവിടെ വിമർശിക്കപ്പെട്ടിട്ടുള്ള, ശപിക്കപ്പെട്ടിട്ടുള്ള, അള്ളാഹു ശപിച്ചു എന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നമ്മുടെ ഉള്ളിലേക്ക്, തൊലിയുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്ന, കുത്തി നിറയ്ക്കുന്നൊരു മഷിയാണ്, ഒരുതരം മഷിയാണ്. അത് ഇന്ന് വളരെയധികം വ്യാപകമാണ്. മിക്ക മാളുകളിലും പോയി കഴിഞ്ഞാൽ അവിടെ ഇത് ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ടാവും. അത്രയധികം എന്ത് ചെയ്തിട്ടുണ്ട്, വ്യാപകമായിട്ടുണ്ട്. അപ്പം അത് വൻപാപങ്ങളിൽപ്പെടുന്ന കാര്യമാണ് പച്ച കുത്തുക എന്നുള്ളത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കണം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ലഅന അല്ലാഹുൽ വാസിലത വൽ മുസ്തൗസില. അത് പിടിപ്പിക്കുന്ന ആളെയും ആർക്കാണോ പിടിപ്പിക്കുന്ന ഇവർ രണ്ടുപേരെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അതേപോലെ പച്ച കുത്തുന്നവരെയും ആരാണോ കുത്താൻ ആവശ്യപ്പെട്ടത് ഇവർ രണ്ടുപേരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അതേപോലെ തന്നെ ഇതുപോലത്തെ ധാരാളം വിഷയങ്ങളുണ്ട് ഈ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട്. ഈ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ തന്നെ പൂർണ്ണമായും മാറ്റുന്ന രൂപത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ വളരെയധികം ഗൗരവപ്പെട്ട വിഷയങ്ങളാണ്. ഇത്തരം തിന്മകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുമ്പോൾ അതിൻ്റെ അവസാനം പൊതു തത്വമായിട്ട് പറയുന്നതിൽ മുഗയ്യിറാത്തു ലി ഖൽഖില്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് മാറ്റം വരുത്തുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോമൺ പോയിൻ്റായിട്ട് പഠിപ്പിച്ചത്. റബ്ബ് സൃഷ്ടിച്ചത്, ആ സൃഷ്ടിച്ച രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, മറ്റൊരു രൂപം നമ്മളായിട്ട് സ്വയം സ്വീകരിക്കുക എന്നുള്ളത് അത് വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്. പലരും എന്ത് ചെയ്യാറുണ്ട്,
സൗന്ദര്യത്തിനു വേണ്ടി ഇന്നത്തെ കാലത്ത് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പ്ലാസ്റ്റിക് സർജറി പോലെ ഒരുപാട് കാര്യങ്ങൾ വളരെയധികം വ്യാപകമായി നടക്കുന്ന കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ട വിഷയമാണ്. അതിലനുവദിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവൂ. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണെന്ത്, സ്ത്രീകൾ അവരുടെ അലങ്കാരങ്ങൾ ഭംഗി വെളിവാക്കിക്കൊണ്ട് പുറത്തിറങ്ങുക എന്നുള്ളത്. സ്ത്രീകൾ അവരുടെ ഭംഗി വെളിവാക്കിക്കൊണ്ട് മഹറമല്ലാത്ത ആളുകളുടെ അടുക്കലേക്ക് ഇറങ്ങി വരിക എന്നുള്ളത്, അത് വീടിന് പുറത്തിറങ്ങണമെന്നൊന്നുമില്ല. ചില സ്ത്രീകൾ അങ്ങനെ വീടിന് പുറത്തിറങ്ങുമ്പോൾ എല്ലാം മറച്ചിറങ്ങും. വീട്ടിൻ്റെ അകത്തേക്ക് ഏത് ആൾ വന്നാലും ഒരു മറയുണ്ടാവില്ല. മഹറമല്ലാത്ത ആളുകളുടെ മുന്നിൽ തൻ്റെ ശരീരത്തിൻ്റെ അലങ്കാരം ഭംഗി വെളിവാക്കുക എന്നുള്ളത് വൻപാപങ്ങളിൽപ്പെട്ട കാര്യമാണ്. വൻപാപങ്ങളിൽപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൻ ലാ തസ്അൽ അൻഹും, 3 വിഭാഗം ആളുകൾ, അവരെപ്പറ്റി നീ ചോദിക്കേണ്ടതില്ല. അവരെപ്പറ്റി നീ ചോദിക്കേണ്ടതില്ല പറഞ്ഞാൽ അത്രയും മോശമാണ് അവരുടെ അവസ്ഥ, അത്രയും അപകടത്തിലാണ് അവരുടെ അവസ്ഥ. അതിലൊന്നെന്താ, വമ്രഅത്തുൻ ഗാബ അൻഹാ സൗജുഹ വഖദ് കഫാഹാ മുഅനത്തദ് ദുനിയ ഫതബറജത് ബഅദഹു ഫലാ തസ്അൽ അൻഹു. ഒരു സ്ത്രീയുടെ അടുത്ത് ഭർത്താവില്ല, ഭർത്താവ് യാത്രയിലോ വിദേശത്തോ ഒക്കെയാണ്. ഈ ഭർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവൾക്ക് ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ട ചെലവുകളൊക്കെ ഭർത്താവ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇവളെന്ത് ചെയ്യണം, ഫതബറജത് ബഅദഹു, ഭർത്താവില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഭർത്താവില്ലാത്ത ഈ ഒരു സ്ഥലത്ത് മഹറമല്ലാത്ത ആളുകളുടെ മുന്നിൽ തൻ്റെ സൗന്ദര്യം വെളിവാക്കുകയാണ്. ഫലാ തസ്അൽ അൻഹും, അവരെപ്പറ്റി നീ ചോദിക്കേണ്ടതില്ല. അത്രയും മോശം ആളുകളാണവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ഇദസ്തഅതറത്തിൽ മർഅതു ഫമറത് അലൽ ഖൗമി ലിയജിദു റീഹഹാ ഫഹിയ സാനിയത്തുൻ. വളരെ പേടിക്കേണ്ട ഹദീസാണ്. ഒരു സ്ത്രീ സുഗന്ധം പൂശാണ്, എന്നിട്ട് ഒരു കൂട്ടം ആളുകളുടെ അടുക്കലൂടെ നടന്നു പോകണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മണം അവർക്ക് കിട്ടാൻ വേണ്ടി, ഈ മണം അവർക്ക് കിട്ടാൻ വേണ്ടി. അങ്ങനെ ഒരു സ്ത്രീ സുഗന്ധം പൂശി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫഹിയ സാനിയത്തുൻ, അവൾ വ്യഭിചാരിണിയാണ്. അവൾ വ്യഭിചാരിണിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൈലാഞ്ചിയോ? മഹറമല്ലാത്തവരെ കാണിക്കാതിരുന്നാൽ മതി. ഒരു അലങ്കാരങ്ങളും പാടില്ല എന്നുള്ളതിന് അർത്ഥം, ഈ പറഞ്ഞതിനൊന്നും അർത്ഥമില്ല. സ്ത്രീകൾക്ക് സുഗന്ധം പൂശാൻ പാടില്ലെന്നോ ഒന്നും അതിൻ്റെ അർത്ഥമില്ല. ഇത് മഹറമല്ലാത്ത ആളുകൾ മണക്കാൻ വേണ്ടി, അവർ നോക്കാൻ വേണ്ടി, അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി, അവരാസ്വദിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, അങ്ങനെ ഒരുങ്ങി മനഃപൂർവ്വം പുറത്തേക്ക് ഇറങ്ങുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എന്ത് ശക്തമായി വിമർശിക്കുന്നത്. ഭർത്താവിന് മുന്നിൽ അണിഞ്ഞൊരുങ്ങാം, മൈലാഞ്ചിയോ സുറുമയോ എന്ത് പണിടാലോ, അനുവദിക്കപ്പെട്ട എല്ലാ അലങ്കാരങ്ങളും സ്വീകരിക്കാം. മഹറമല്ലാത്തവരുടെ മുന്നിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു അലങ്കാരങ്ങളും ഭംഗിയും ഒന്നും വെളിവാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് മറ്റൊരു ഹദീസിൽ കാണാം, സിൻഫാനി മിൻ അഹ്ലിൻ നാരി ലം അറഹുമാ, 2 വിഭാഗം നരകക്കാർ, അവരെ ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഇങ്ങനെ ഇല്ല, ഇങ്ങനെ വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരാം. ഒരു വിഭാഗം പറഞ്ഞു, മറ്റൊരു വിഭാഗം വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില. സ്ത്രീകൾ 2ാമത്തെ വിഭാഗം, അവർ പ്രത്യേകത കാസിയാത്തിന്, അവർ ധരിച്ചിട്ടുണ്ട്, പക്ഷെ ആരിയാത്തിന്, അവർ നഗ്നകളാണ്, ഉടുത്ത നഗ്നകൾ. വസ്ത്രമുണ്ട്, പക്ഷെ എന്തെങ്കിലും മറഞ്ഞിട്ടുണ്ടോ? ഒന്നും മറഞ്ഞിട്ടുമില്ല.
അതായത് പണ്ഡിതന്മാർ ഇതിനെ പല രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ അവയവങ്ങൾ പുറത്ത് കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നത്. അവയവങ്ങളുടെ ഷെയ്പ്പ് പുറത്ത് കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നത് അതിൽ എന്തായാലും പെടുന്ന വിഷയം. ഈ പറഞ്ഞ വസ്ത്രം ധരിച്ച നഗ്നകൾ വളരെ ടൈറ്റുള്ള വസ്ത്രം ധരിക്കുക. പർദ്ദ പോലും സുബ്ഹാനല്ലാഹ്, പർദ്ദ പോലും വളരെ ടൈറ്റാക്കി പ്രത്യേകം കസ്റ്റമൈസ് ചെയ്ത് അങ്ങനെ ടൈറ്റാക്കിപ്പിക്കുന്ന സ്ത്രീകളുണ്ട്. എന്തിനാണ് ആ പർദ്ദ ധരിക്കുന്നതെന്ന് അവർക്കറിയില്ല. ശരീരത്തിൻ്റെ അവയവങ്ങളുടെ ഷെയ്പ്പ് കാണാതിരിക്കാനാണ് ഈ വസ്ത്രം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്നറിയാത്ത കുറേ സ്ത്രീകൾ. സംസാരം പഠിപ്പിച്ചിരുന്ന ഉടുത്ത നഗ്നകൾ. മുമീലാത്തുൻ, അവരിങ്ങനെ എന്ത് ചെയ്യും, ചരിഞ്ഞ്, മുമീലാത്ത് എന്ന് പറഞ്ഞാൽ ചരിഞ്ഞത് എന്നർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മറ്റുള്ളവർ തങ്ങളെ ആകർഷിക്കണം എന്ന ടെൻഡൻസിയോട്, മെന്റാലിറ്റിയോടുകൂടി നടക്കുന്ന സ്ത്രീകൾ. ഒരു മുസ്ലിമായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മെന്റാലിറ്റി എന്തായിരിക്കും? ആരും എന്നെ ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ, ആരും എന്നെ നോക്കാതിരുന്നെങ്കിൽ, എന്നെ ആരും അറിയാതിരുന്നെങ്കിൽ എന്നായിരിക്കും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, മഹറമല്ലാത്തവരുടെ ഇടയിലേക്ക് പോയി കഴിഞ്ഞാൽ അവളുടെ അവസ്ഥ. പക്ഷെ ഇത് നേരെ തിരിച്ചാണ്. ആളുകൾ എങ്ങനെ എന്നെ ആളുകൾ നോക്കണം, അവരിലെ എങ്ങനെ എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യാം, ഈ ഒരു ചിന്തയാണ് ഈ പറഞ്ഞ നരകക്കാരുടെ അടയാളങ്ങളായി നിഫാസ് പഠിപ്പിച്ചത്. എന്നിട്ട് പറയുന്ന റുഊസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, ഒട്ടകത്തിൻ്റെ പൂന പോലെയാണ് എന്തുണ്ടാവുക, ഒരു തല ഉണ്ടാവും. ഒട്ടകത്തിൻ്റെ പൂന പോലെ തല ഉണ്ടാവും. അത് നിങ്ങൾ ഒട്ടകത്തിൻ്റെ പൂന കണ്ടിട്ട് മനസ്സിലാവും. ഈ സ്ത്രീകളുടെ തലയും ഒട്ടകത്തിൻ്റെ പൂനയും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നിഫാസ് പഠിപ്പിച്ചു ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് മാത്രമല്ല, വലാ യജിദ്ന റീഹഹ, അവർക്ക് ആ സ്വർഗത്തിന്റെ മണവും കിട്ടൂല. സ്വർഗത്തിന്റെ മണം പോലും അവർക്ക് കിട്ടൂല. വൈന്ന റീഹഹ ലയൂജദു മിൻ മസീറത്തി കദാ വകദ, ഈ സ്വർഗത്തിന്റെ മണം എന്നുള്ളത് എത്രയോ ദൂരത്തേക്ക് എത്തും, ആ മണം പോലും അവർക്ക് കിട്ടൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. എത്രത്തോളം ചില ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇങ്ങനെയുള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ശപിക്കണം, നമ്മളോട് കൽപ്പിക്കണം. പുരുഷന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കണം, ഇങ്ങനെയുള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ശപിക്കണം എന്ന് പഠിപ്പിച്ചു. ഫൈന്നഹുന്ന മൽഊനാത്ത്, അവർ ശപിക്കപ്പെട്ടവരാണ്, അവർ ശാപം കിട്ടിയ സ്ത്രീകളാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ ശപിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അതെന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്? നമുക്ക് അവരോട് സോഫ്റ്റ് കോർണർ ഉണ്ടാവാതിരിക്കാൻ. നമുക്ക് അവരോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവാൻ പാടില്ല. അത് നമ്മളെ ആ വൃത്തികളിലേക്കും ഫിത്നയിലേക്കും നയിക്കും. അപ്പം അത് വളരെ പേടിക്കേണ്ട വിഷയമാണ്. അവർ കേൾക്കാതെ വേണം ശപിക്കാൻ, അത്രേ ഉള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചരിത്രങ്ങൾ കാണാം. പല മുസ്ലിം നാടുകളെ സൈനികമായി കീഴ്പ്പെടുത്താൻ പറ്റാതെ വന്നപ്പോൾ, ആയുധം കൊണ്ട് തകർക്കാൻ സാധിക്കാതെ വന്നപ്പോൾ, ആ ഭരണാധികാരി മുസ്ലിം നാടുകളിലേക്ക് ഒരു ചാരന അയക്കുകയാണ്, മുസ്ലിം വേഷത്തിൽ. എന്നിട്ട് അയാളുടെ അയാളുടെ അജണ്ട എന്താണെന്നറിയോ? ദീനിലെ പല കാര്യങ്ങളും ആയത്തുകളും ഹദീസുകളും ഓതിയിട്ട് സ്ത്രീകൾ എന്ത് ചെയ്യണം? വീടുകളിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കണം. സ്ത്രീകൾ വീടുകൾക്കുള്ളിൽ അടങ്ങിക്കഴിയുന്നതിന് പകരം അവർ പരമാവധി പുറത്തേക്ക്. ഇന്ന് കണ്ടിട്ടില്ലേ സ്ത്രീ ശാക്തീകരണം, ജെൻഡർ ഈക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഒരു വ്യത്യാസമില്ല, എല്ലാത്തിലും ഒരുപോലെയാണ്. രാത്രിയൊന്നും പകലൊന്നും വ്യത്യാസമില്ലാതെ പുറത്തിറങ്ങണം, അതിലെന്താ പ്രശ്നം
പുരുഷന്മാരെ പോലെ തന്നെ ജോലി വേണം, ജോലിയിൽ ശമ്പളം വേണം, അങ്ങനെ വേണം എല്ലാം. അതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് ഒരു സമൂഹത്തിലെ കെട്ടുറപ്പ്, ഒരു ശരിയായ സമൂഹത്തിൻ്റെ അടിത്തറയെ പൊളിച്ചു കളയുക എന്നുള്ളതാണ്. അങ്ങനെ അല്ലാതെ കഴിയില്ല. ശരിയായ വിശ്വാസമുള്ള, നല്ല പെരുമാറ്റമുള്ള, ലജ്ജയുള്ള സ്ത്രീകൾ ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പാണ്, അടിത്തറയാണ്. അവിടെ പോയി പൊട്ടിക്കഴിഞ്ഞാൽ, ആ അടിത്തറ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇളകിക്കഴിഞ്ഞാൽ മൊത്തം കുളവും, എല്ലാം തകർന്നു പോകും. എല്ലാം തകർന്നു പോകും. അങ്ങനെ തന്നെ സംഭവിച്ചു. ആ നാട് എന്നിട്ട് അവർ കീഴ്പ്പെടുത്തി. ഇയാളൊരു വലിയ പണ്ഡിതനായിട്ട് അവതരിപ്പിച്ച് വേണ്ട സാമ്പത്തികമായിട്ട് എല്ലാ നിലയ്ക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് അയാൾ ഒരുപാട് പാവപ്പെട്ടവരെ സഹായിച്ച് അയാൾ ആളുകൾക്കിടയിൽ പ്രസംഗിച്ച് അങ്ങനെ അവസാനം എന്ത് ചെയ്തു? ഇയാളുടെ കെണിയിൽ കുറേ പേര് പെട്ടു. അത് പിന്നെ വലിയ തരംഗമായി മാറി. സ്ത്രീകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി വസ്ത്രമൊക്കെ വലിച്ചൂരി ഞങ്ങളിനി സ്വതന്ത്രനാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ പർദ്ദയും മക്കനെയൊക്കെ വലിച്ചെറിഞ്ഞ് തോന്നിയതുപോലെ തുണിയുരിഞ്ഞ് നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ആ നാട് കുട്ടിച്ചോറായി, ഇവരുടെ അധികാരത്തിന് കീഴിലെ. അത് വളരെയധികം ഗൗരവമുള്ള വിഷയമാണ്. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ്, പുരുഷന്മാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നെരിയാണിക്ക് താഴെ അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചഴിക്കുക എന്നുള്ളത്. നെരിയാണിക്ക് താഴെ അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചഴയ്ക്കുക എന്നുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഹദീസ് നേരത്തെ പറഞ്ഞു. ആ ഹദീസൊക്കെ കേട്ട ഒരാൾ, എനിക്ക് തോന്നുന്നില്ല അയാൾ വേണമെന്ന് വെച്ച് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന അത്രയും ഗൗരവമുള്ള ഹദീസാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചത്? 3 വിഭാഗം ആളുകൾ. ആ ആളുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നോക്കൂല, അവരോട് സംസാരിക്കൂല, അവർ തെറ്റുകൾ പുറത്തു കൊടുക്കൂല, അവർക്ക് കഠിനമായ വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് പഠിപ്പിച്ചിട്ട് ആദ്യം പറയുന്ന അൽ മുസ്ബിലു ഇസാറഹു, തൻ്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ വലിച്ചഴയ്ക്കുന്ന പുരുഷൻ. എത്ര ഗൗരവമുള്ള കാര്യമാണ്. ഈ ഹദീസിന്റെ തന്നെ മറ്റ് റിവായത്തുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മൻ ജറ ഇസാറഹു ബതറ, അഹങ്കാരത്തോടെ വലിച്ചഴച്ചവൻ. വേറൊരു ഹദീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഫിയാബഹു മിനൽ ഖുയല, അഹങ്കാരത്തോടെ വലിച്ചഴച്ചവൻ. അങ്ങനെ മറ്റ് പല റിവായത്തുകളിലും അഹങ്കാരം എന്നുള്ളത് ചേർത്തി പറഞ്ഞതുകൊണ്ട് ആണ് പണ്ഡിതന്മാരെന്ത് ചെയ്യുന്നത്? അഹങ്കാരത്തോടെ വലിച്ചഴക്കൽ വൻപാപമാണെന്ന് പറയാനുള്ള കാരണം. അപ്പൊ അഹങ്കാരം ഇല്ലാതെ വലിച്ചഴച്ചാലോ? അഹങ്കാരം ഇല്ലാതെ വലിച്ചഴിച്ചാലോ? അഹങ്കാരം ഇല്ലാതെ അതിന് വലിച്ചഴിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഒരാൾ അഹങ്കാരം ഇല്ലാതെ വലിച്ചഴിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? എങ്ങനെ വലിച്ചഴിക്കുക? നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ കാലിൻ്റെ ഇത്രയും ഒരു ചെറിയൊരു ചാണ് പോലുമില്ല, ഒരു ഇഞ്ചിനോളം പിന്നെ താഴേക്ക് സ്ഥലമുള്ളൂ. ആ ഒരു ഇഞ്ചിൽ ഒരാൾക്ക് അയാളുടെ വസ്ത്രം മുകളിലേക്ക് ഉയർത്താൻ സാധിക്കൂലെങ്കിൽ അത് പിന്നെ അഹങ്കാരമല്ലാതെ പിന്നെന്താ? ഇത്രയും ശരീരത്തിൽ ഇത്രയും നീളത്തിൽ വസ്ത്രം ധരിക്കാൻ അനുവാദം തന്ന റബ്ബ് ആ ഒരു ഇഞ്ച് താഴേക്ക് നീട്ടരുത് എന്ന് കൽപ്പിക്കുമ്പോൾ, അല്ല ഞാൻ നീട്ടും എന്ന് പറഞ്ഞ് താഴേക്ക് നീട്ടി വലിക്കുന്നത് പിന്നെ അഹങ്കാരമല്ലാതെ പിന്നെന്താ? നമ്മൾ ശ്രദ്ധിക്കണം. അഹങ്കാരത്തോടെ എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ? നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം, അദ്ദേഹത്തിന് വളരെ മെലിഞ്ഞ ശരീരപ്രകൃതിയാണ്, ഇടുപ്പ് വളരെ വളരെ ചെറുതാണ്. എന്ന് വെച്ചാൽ വസ്ത്രം നമ്മൾ മുണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇടുപ്പിൽ നിൽക്കൂല, അങ്ങനത്തെ ഒരു ശരീരപ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്? വസ്ത്രം ധരിക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹം ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോഴൊക്കെ അത് എന്ത് ചെയ്യും? ഇറങ്ങി ഉരുതി നെരിയാണിക്ക് താഴെ പോകാറുണ്ട്. അതാണ് ഈ ഉദ്ദേശിക്കുന്ന അഹങ്കാരം ഇല്ലാത്ത വലിച്ചഴക്കൽ. നമ്മുടെ ശ്രദ്ധിക്കാതെ, മനഃപൂർവ്വം അല്ലാതെ, ഉദ്ദേശപൂർവ്വം അല്ലാതെ നമ്മുടെ നെരിയാണിക്ക് താഴെ പോകുന്നതാണ് കുറ്റം കിട്ടാത്ത കാര്യം. അങ്ങനെ ഒരാൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ വേണമെന്ന് വെച്ച് കരുതി കൂട്ടി തന്നെ
നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമുള്ള വിഷയം, വളരെ പേടിക്കേണ്ട വിഷയം. നമ്മുടെ ആളുകൾക്കിടയിൽ അത് നിസ്സാരവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും റബ്ബിൻ്റെ അടുക്കൽ അത് അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയമാണ് എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം കുത്തുകൊണ്ട് മരിക്കാനായി കിടക്കുകയാണ്. ബോധം മറന്ന് വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പലരും ഇങ്ങനെ മരിക്കാനായ ഖലീഫയെ കാണാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഏതോ ഒരാൾ, ഒരു താബിഈ ആയിട്ടുള്ള ഒരാൾ, അയാളിങ്ങനെ കണ്ടിങ്ങനെ നടന്നു പോകുന്ന വേളയിൽ അവൻ്റെ വസ്ത്രം നിര്യാണിക്ക് താഴെയാണ്. മരിക്കാൻ കിടക്കുന്ന ആളാണ് ഉമർ ബിൻ ഖത്താബ്. അവനെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് നിന്റെ വസ്ത്രം ഉയർത്താൻ പറഞ്ഞു. അല്ലെ, മറ്റൊരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെ, അദ്ദേഹത്തിന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതാരാണ് ഇങ്ങനെ വസ്ത്രം ധരിച്ചിട്ടുള്ളത്? അപ്പം അബ്ദുള്ള, പേര് പറഞ്ഞു, അബ്ദുള്ളയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയോ? ഇൻ കുൻത അബ്ദൻ ലില്ലാഹ് ഫർഫ ഇസാറക്, നീ അള്ളാഹുവിൻ്റെ അബ്ദാണെങ്കിൽ, അടിമയാണെങ്കിൽ നിന്റെ വസ്ത്രം നിര്യാണിക്ക് മുകളിൽ ഉയർത്താൻ. അപ്പം ഇങ്ങനെ ഇത്രയും ഗൗരവത്തിലുള്ള താക്കീത് വന്നിട്ടുള്ള, ഇത്രയും ശക്തമായ കൽപ്പനകൾ വന്നിട്ടുള്ള ഒരു കാര്യമാണ് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക എന്നുള്ളത്. അത് വളരെ അതിൻ്റേതായ ഗൗരവത്തിൽ തന്നെ നമ്മൾ എടുക്കണം. അതിൻ്റേതായ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയും, ഇത്രയും ധരിക്കാൻ അനുവാദം തന്ന റബ്ബിന് കുറച്ചുകൂടി താഴേക്ക് ധരിക്കാൻ അനുവാദം തരാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? അതൊരു പരീക്ഷണമാണ്. നമ്മൾ മനസ്സിലാകും, റബ്ബിൻ്റെ ഹിക്മത്ത് നമ്മൾ തിരിച്ചറിയണം. ഇത്രയും ധരിക്കാൻ അനുവാദം തന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് പിന്നെ അങ്ങോട്ട് കുറച്ചൊരു ഇഞ്ച് കൂടെ വിട്ടു തന്നാൽ എന്താ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നമില്ല. അത് റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷണമായി നിശ്ചയിച്ചതാണ്. ആ ഒരു ഇഞ്ച് പോലും റബ്ബിന് വേണ്ടി വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് അഹങ്കാരമല്ലാതെ പിന്നെന്താ? പിന്നെ മറ്റൊരു വൻപാപം എന്നുള്ളത് പട്ട് ധരിക്കുക എന്നുള്ളതാണ്. പട്ടുവസ്ത്രം അത് പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ. പട്ടും സ്വർണവും ഒക്കെ പുരുഷന്മാർക്ക് മാത്രമാണ് ഹറാം. സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടതാണ്. പിന്നെ ശ്രദ്ധിക്കണം, സ്ത്രീകൾക്ക് സ്വർണം ഹറാമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ അല്ലെങ്കിൽ വെള്ളിയുടെ ആഭരണങ്ങൾ, അതാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അത് പുരുഷന്മാർക്കും വെള്ളി അനുവദനീയമാണ്. അതായത് നമ്മളിപ്പോൾ സ്വർണത്തിൻ്റെ ഒരു പാത്രം ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുക, വെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് പുരുഷന്മാർക്കും പാടില്ല, സ്ത്രീകൾക്കും പാടില്ല. അതിന് വിശ്വാസം പഠിപ്പിച്ചെന്ന് ലാ തൽബസുൽ ഹരീറ വലദ്ദീബാജ, നിങ്ങൾ പട്ട്, അത് കട്ടി കുറഞ്ഞതാണെങ്കിലും കട്ടിയുള്ളതാണെങ്കിലും ഒന്നും നിങ്ങൾ ധരിക്കരുത്. വലാ തഷ്റബൂ ഫി ആനിയത്തി ദഹബി വൽ ഫിദ്ദ, നിങ്ങൾ സ്വർണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും പാത്രങ്ങളിൽ കുടിക്കരുത്. വലാ തഅകുലൂ ഫി സിഹാഫിഹ, അതിൻ്റെ തെളികകളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. ഫഇന്നഹാ ലഹും ഫിദ്ദുന്യ വലനാ ഫിൽ ആഖിറ, അത് അവർക്ക് ദുനിയാവിലുള്ളതാണ്. എന്നുവെച്ചാൽ ഈമാനില്ലാത്ത, തൗഹീദില്ലാത്ത ആളുകൾക്ക് ദുനിയാവിൽ അതുണ്ട്, അത് നമുക്കത് പരലോകത്തിലാണുള്ളത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിയാണ് പഠിപ്പിച്ചത്. അപ്പോൾ മറ്റൊരു ഹദീസിൽ കാണാം, ഉഹില്ല ദഹബു വൽ ഹരീറു ലിഇനാസി ഉമ്മത്തി വഹുർരിമ അലാ ദുകൂരിഹ, എൻ്റെ ഉമ്മത്തിലെ സ്ത്രീകൾക്ക് സ്വർണവും പട്ടും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, എന്നാൽ പുരുഷന്മാർക്ക് അത് രണ്ടും ഹറാമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അപ്പോൾ പുരുഷന്മാർ പട്ടുവസ്ത്രം ധരിക്കുക എന്നുള്ളത് അത് വൻപാപങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ യുൽബസുൽ ഹരീറ ഫിദ്ദുന്യ ഇല്ലാ ലം യുൽബസ് മിൻഹു ശൈഉൻ ഫിൽ ആഖിറ, ഒരാൾ ദുനിയാവിൽ പട്ട് ധരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആഖിറത്തിൽ എന്തുണ്ടാവില്ല? പട്ട് ധരിപ്പിക്കപ്പെടുകയില്ല. ദുനിയാവിൽ ധരിച്ചു കഴിഞ്ഞാൽ ആഖിറത്തിൽ ധരിപ്പിക്കപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? പഠിപ്പിച്ചത്. അതായത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗൗരവമുള്ള കാര്യമായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടത്.
പിന്നുള്ള വിഷയം കൊലപാതകം, മറ്റൊരാളെ അയാളുടെ ജീവൻ അപഹരിക്കുക എന്നുള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആത്മഹത്യ ചെയ്യാന്നുള്ളത്. ആത്മഹത്യ ചെയ്യുക, അതായത് കൊലപാതകം ചെയ്യാൻ മടിക്കുന്ന ആളുകൾ പലപ്പോഴും ആത്മഹത്യ ചെയ്യാൻ മടിക്കാറില്ല. കൊലപാതകം ചെയ്യാൻ മടിക്കുന്ന ആളുകൾ പലരും ആത്മഹത്യ ചെയ്യാൻ മടിക്കാറില്ല. കാരണം അവർ ചിന്തിക്കേണ്ടത് എൻ്റെ ജീവനല്ലേ, എൻ്റെ ശരീരമല്ലേ, വേറൊരാളെ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ലല്ലോ എന്നാണ് പലരും ചിന്തിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നമ്മുടെ ഈ ജീവൻ അത് തിരിച്ചെടുക്കാനുള്ള ഹക്ക്, അവകാശം അള്ളാഹുവിനേ ഉള്ളൂ. അള്ളാഹുവിനാണ് അതിനുള്ള അവകാശമുള്ളൂ. നമ്മളൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടേതല്ലേ എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ വിചാരിച്ച് കണക്കാക്കി ഇന്ന വാപ്പാൻ്റെ ഇന്ന ഉമ്മാൻ്റെ മകനായി ഇന്ന നാട്ടിൽ ഇത്രയും വലിപ്പത്തിൽ ജനിക്കണം എന്ന് നമ്മൾ കണക്കാക്കിയിട്ട് ജനിച്ചു വന്നതൊന്നുമല്ലല്ലോ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ്, അവൻ്റേതാണ്. നമ്മുടെ ശരീരമൊക്കെ അവൻ്റേതാണ്, അവൻ്റെ ഉടമസ്ഥതയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അവൻ ഉദ്ദേശിക്കാതെ, അവൻ കണക്കാക്കാതെ നമ്മൾ തന്നെ നമുക്ക് സ്വയം മരണം തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള തിന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ, ഒരാൾ മലമുകളിൽ നിന്ന് ചാടിയിട്ടാണ് മരിക്കുന്നതെങ്കിൽ അവൻ നരകത്തിൽ ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. മേലെ നിന്ന് താഴേക്ക് ചാടുക, മരിക്കുക, വീണ്ടും മേലേക്ക് എത്തുക, അവിടെ നിന്ന് വീണ്ടും ചാടുക, വീണ്ടും മരിക്കുക, ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ദുനിയാവിൽ കത്തി കൊണ്ട് മുറിവേൽപ്പിച്ച് അങ്ങനെ കൊലപ്പെടുത്തിയതാണെങ്കിൽ, ആത്മഹത്യ ചെയ്താണെങ്കിൽ അവനിങ്ങനെ കയ്യിലിങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. അവൻ്റെ കയ്യിൽ കത്തി ഉണ്ടാവും, അവനിങ്ങനെ അത് കുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. എങ്ങനെയാണോ മരിച്ചത്, ആത്മഹത്യ ചെയ്ത് വെള്ളത്തിൽ ചാടി മുങ്ങി മരിച്ചാണെങ്കിൽ അതും അങ്ങനത്തെ, അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ത്, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ നാട്ടിലെ മുസ്ലിം അല്ലാത്ത ആൾ, അവർ മുആഹിദ് എന്നാണ് പറയുക. നമ്മുടെ നാട്ടിലെ മുസ്ലിം അല്ലാത്ത ആളുകൾ മുആഹിദ്, നമ്മൾ പരസ്പരം ഒരു കരാറിലാണ്, ഒരു എഗ്രിമെൻറ്റിലാണ്, പരസ്പര ധാരണയിൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പം ഇങ്ങനെയുള്ളതിന് ദീനുൽ ഇസ്ലാമിൽ മുആഹിദ് എന്നാണ് പറയുക. അപ്പം ഇങ്ങനെയുള്ള ഒരു അമുസ്ലിമിനെ, മുസ്ലിമിൻ്റെ വിഷയമല്ല ഞാൻ പറയും, ഒരു അമുസ്ലിമിനെ നമ്മൾ വധിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് അവന് സ്വർഗത്തിൻ്റെ വാസന പോലും കിട്ടുകയില്ല, സ്വർഗത്തിൻ്റെ വാസന പോലും കിട്ടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് അനുവാദമില്ല, നമുക്ക് അത് അനുവാദമില്ലാത്ത വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വൻപാപങ്ങൾപ്പെട്ട കാര്യം. അതേപോലെ തന്നെ വളരെ പേടിക്കേണ്ട, പലരും നിസ്സാരമായി കണക്കാക്കുന്ന മറ്റൊരു വൻപാപമാണെന്ത്, നമ്മൾ ആയുധം ചൂണ്ടി എന്ത് ചെയ്യുക, ഒരാളെ പേടിപ്പിക്കുക, ആയുധം ചൂണ്ടി ഭയപ്പെടുത്തുക എന്നുള്ളത്. അത് പലരും കളിക്കാറൊക്കെ ഉണ്ട്, വീട്ടിലൊക്കെ കത്തി ഉപയോഗിച്ചിട്ടൊക്കെ പലരും കളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്, അതിൻ്റെ ഗൗരവം അറിയാത്ത ആളുകൾ. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്, മൻ അശാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ ഫൈന്നൽ മലായികത തൽഅനുഹു. ഒരാൾ തൻ്റെ സഹോദരനിലേക്ക് ആയുധം കൊണ്ട് ചൂണ്ടിക്കഴിഞ്ഞാൽ മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടേയിരിക്കും. ഏതുവരെ, ഹത്താ യദഅഹു, അവനത് ആ ചൂണ്ടൽ നിർത്തുന്നതുവരേക്കും. വൈൻ കാന അഖാഹു ലി അബീഹി വ ഉമ്മിഹി, ഇനി ആ ചൂണ്ടുന്നത് സ്വന്തം അവൻ്റെ വാപ്പയും ഉമ്മയും ഒത്ത സ്വന്തം സഹോദരനാണെങ്കിൽ പോലും മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടേയിരിക്കും, മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
അത് മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഫഇന്നഹു ലാ യദ്രി ലഅല്ല ശൈത്താന യൻസഗു ഫീ യദിഹി ഫയഖഉ ഫീ ഹുഫ്റത്തിൻ മിൻ ഹുഫറിന്നാർ. അങ്ങനെ നിങ്ങൾ ചൂണ്ടുമ്പോൾ നിങ്ങൾക്കറിയില്ല, ചിലപ്പോൾ എന്ത് ചെയ്യും, ശൈത്താൻ അവിടെ കയറി കളിക്കും. ഒരു തോന്നൽ നിങ്ങൾ മനസ്സിലുണ്ടാക്കും, അവിടെ ശൈത്താൻ കടന്ന് പ്രവർത്തിച്ചാൽ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ നരകത്തിൻ്റെ തീക്കുണ്ടാരങ്ങൾപ്പെട്ടൊരു തീക്കുണ്ടാരത്തിലേക്ക് നിങ്ങൾ വീണുപോകും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ എത്ര കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൂട്ടുകാരന്മാരും മറ്റു പലരും തമ്മിൽ. പല കാര്യങ്ങളും ഇതുപോലെ വളരെ നിസ്സാരമായ കാര്യത്തിന് തുടങ്ങിയതായിരിക്കും, വേറെ ചിലപ്പോൾ തമാശയ്ക്ക് ആക്കിയതായിരിക്കും. പക്ഷെ അതെന്ത് ചെയ്യും, ചിലപ്പോൾ പെട്ടെന്നൊരു ഈഗോ ക്ലാഷ് അടിച്ചിട്ട് എന്ത് ചെയ്യും, അങ്ങോട്ട് കയറി ആക്രമിക്കും, അപ്പം ഇങ്ങോട്ട് ആക്രമിക്കും. അവസാനം കൊലപാതകത്തിലേക്ക് എത്തുന്ന ധാരാളം സംഭവങ്ങൾ. അത് വളരെ അപകടമാണ് എന്നുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം, അത് ശക്തമായി വിലക്കുകയാണ്. അപ്പം അത് വൻപാപങ്ങൾപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് മദ്യപാനം, അതുപോലത്തെ ലഹരി പദാർത്ഥങ്ങൾ. മദ്യപാനവും അതുപോലെ തന്നെയുള്ള ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ലഹരി പദാർത്ഥങ്ങൾ പലതരത്തിലാണ്, വളരെ വ്യാപകമായി സമൂഹത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പല രൂപത്തിൽ പല രീതിയിൽ. അതൊരു പരസ്യമായ രഹസ്യം പോലെയാണ്. ആളുകൾക്കിടയിൽ കോളേജ് ക്യാമ്പസുകളിലും അതുപോലെ തന്നെ പല മാർക്കറ്റുകളിലും പലയിടങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അറിയാം, ഇന്നൊരു സ്ഥലത്ത് ഇന്ന ആൾ മുഖേന ഇങ്ങനെ ഈ ഒരു സർക്കിളിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ അവർക്കറിയാം. ചില പ്രത്യേക സാഹചര്യങ്ങൾ ചില ആക്ഷനുകൾ എടുക്കേണ്ടി വരുമ്പോൾ ആക്ഷനുകൾ എടുക്കും. ചിലരെ കണ്ണിൽ പൊടിയിടേണ്ടി വരുമ്പോൾ കണ്ണിൽ പൊടിയിടുന്നല്ലാതെ കാര്യമായ മാറ്റമൊന്നും വരുന്നില്ല. അതിന് ഇവിടെ ഭരിക്കുന്ന ആളുകൾ തന്നെ എന്താ പറയുക, ഇതൊക്കെ മദ്യം വിറ്റിട്ടാണ് ഭരിക്കുന്നത്. അവർക്ക് ആകെ കിട്ടുന്ന വരുമാനം അതാണ്. അതുകൊണ്ടല്ല അവർ പരസ്യത്തിൽ വേണ്ടാത്ത ലഹരികളോട് നോ പറയാം. ചില അവർക്ക് വേണ്ട ലഹരിയും വേണ്ടാത്ത ലഹരിയൊക്കെ ഉണ്ട്. നമ്മളത് ശ്രദ്ധിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം വൃത്തികേടുകൾ വ്യാപകമായ സമൂഹത്തിൽ നമ്മൾ ജീവിക്കും. എല്ലാത്തരം ലഹരികളും നമുക്കിടയിൽ വ്യാപകമായി നിലനിൽക്കുന്നുണ്ട്. അത് ഖരരൂപത്തിലും ദ്രാവക രൂപത്തിലും വാതക രൂപത്തിലും എല്ലാ രീതിയിലുമുള്ള ലഹരികൾ. ഇതൊക്കെ വൻപാപങ്ങളിൽപ്പെട്ട ഗൗരവമുള്ള തിന്മകളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നത്, ഒരാൾ ദുനിയാവിൽ മദ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ അതിൽ നിന്ന് തൗബ ചെയ്യാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് ആഖിറത്തിൽ എന്തുണ്ടാവൂല, മദ്യം ഉണ്ടാവൂല. ദുനിയാവിൽ മദ്യം ഉപയോഗിച്ച് തൗബ ചെയ്യാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ആഖിറത്തിൽ മദ്യം ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വർഗത്തിലെ മദ്യം അല്ലെ, മദ്യത്തിൻ്റെ അരുവി സ്വർഗത്തിലുണ്ട്. ആ മദ്യം ആർക്ക് കിട്ടുകയില്ല? മദ്യപാനിയായി തൗബ ചെയ്യാതെ മരണപ്പെട്ട ആൾക്ക് കിട്ടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഹറാമാണ് എന്ന് മാത്രമല്ല, ഇന്ന അലല്ലാഹി അഹദൻ ലിമൻ ശരിബൽ മുസ്കിറ ഐ യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. ശ്രദ്ധിക്കണേ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച ഒരാൾ അയാളെ തീനത്തുൽ ഹബാൽ കുടിപ്പിക്കുക എന്നുള്ളത് അള്ളാഹു അവന്റെ ബാധ്യതയെ ഏറ്റെടുത്തിട്ടുണ്ട്. ലഹരിയുള്ളൊരു കാര്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവന് തീനത്തുൽ ഹബാൽ. എന്താണ് തീനത്തുൽ ഹബാൽ? ഇവിടെ നബിസാസം ചോദിക്കുന്നുണ്ട്. അപ്പൊ നബിസാസം പറയുന്നുണ്ടെന്നറിയോ, ഈ നരകക്കാരനെ ഈ കത്തിക്കുമല്ലോ, കത്തിക്കുമ്പോൾ അവനിൽ നിന്ന് ഒലിച്ചു വരുന്ന എന്താ പറയാ, ചലം അല്ലെങ്കിൽ രക്തം, അതുപോലെ തന്നെ വേർപ്പ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേർന്ന ദ്രാവകമാണ് എന്ത്? തീനത്തുൽ ഹബാൽ. അപ്പോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളെ ഇത് കുടിപ്പിക്കുക എന്നുള്ളത് റബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്?
അവൻ്റെ ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരും. അപ്പം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് വളരെയധികം പേടിക്കേണ്ട വിഷയമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഉപയോഗിക്കുന്ന ആളുകൾ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 10ഓളം വിഭാഗങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാനി ജിബ്രീൽ, എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാം വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദേ, ഇന്നല്ലാഹ തബാറക വതആല ലഅനൽ ഖംറ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖംറിനെ, മദ്യത്തെ ശപിച്ചിട്ടുണ്ട് എന്ന് മാത്രം. വ ആസിറഹ, അത് പിഴിഞ്ഞെടുക്കുന്ന ആളെ. വ മുഅ്തസിറഹ, ആരാണോ പിഴിയാൻ ഏൽപ്പിച്ചത് അയാളെ. വ ശാരിബഹ, അത് കുടിക്കുന്നവനെ. വ ഹാമിലഹ, അത് ചുമക്കുന്നവനെ, അത് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന ആളെ. വൽ മഹ്മൂലത ഇലൈഹി, ആരാണോ അത് ചുമന്ന് കൊണ്ടുവരാൻ ഏൽപ്പിച്ചത് അയാളെ. വ ബായിഅഹ, അത് വിൽക്കുന്നവനെ. വ മുബ്താഅഹ, അത് വാങ്ങുന്നവനെ. വ സാഖിയഹ, അത് കുടിപ്പിക്കുന്നവനെ. വ മുസ്തഖിയഹ, അത് കുടിപ്പിക്കാൻ ഏൽപ്പിച്ച ആളെ. ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിട്ടുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ശപിച്ചിട്ടുണ്ട്. മദ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിട്ടുണ്ട്. സിഗരറ്റ് ലഹരി കൊണ്ടല്ല അത് ഹറാമാവുന്നത്. സിഗരറ്റ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ശരീരത്തിന് ഒരു കാര്യം ദോഷകരമാവാണ്, അത് നമുക്ക് ദോഷകരമാണെന്ന് ഉറപ്പാണ്. നമ്മുടെ ശരീരത്തിന് അത് ദോഷകരമായി ബാധിക്കുന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയുള്ളൊരു കാര്യം നമ്മളത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നത് നമ്മൾ സ്വന്തത്തെ കൊല്ലുന്ന പോലെ, നമ്മൾ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നത് പോലെ, കൊല്ലുന്നത് പോലെ, അപകടത്തിലാക്കുന്ന പോലെ. അങ്ങനെ സ്വന്തം ശരീരത്തെ അപകടത്തിലാക്കുക എന്നുള്ളത് വൻപാപാണ്. ഇപ്പം നേരത്തെ നമ്മൾ ആത്മഹത്യയുടെ വിഷയം പറഞ്ഞു. നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഞരമ്പ് മുറിക്കുക പല കുട്ടികളും ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാന്നുള്ളത് വൻപാപാണ്. അവൻ മരിച്ചു പോയിട്ടില്ലെങ്കിലും സ്വന്തം ശരീരത്തെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മുറിവാക്കുക എന്നുള്ളത് വൻപാപാണ്, പാടില്ലാത്ത. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ശരീരമല്ലത്. അതുകൊണ്ട് തന്നെ നമുക്കത് നശിപ്പിക്കാനോ മുറിവേൽപ്പിക്കാനോ നമുക്ക് യാതൊരു അവകാശമില്ല. ഈ ശരീരത്തിന്റെ വിഷയത്തിൽ നമ്മൾ റബ്ബിനോട് കണക്ക് പറയേണ്ടി വരും. സിഗരറ്റ് ഉപയോഗിക്കുക എന്നുള്ളത് ശരീരത്തിന് ദോഷകരാണോ? അത് സിഗരറ്റ് ഉണ്ടാക്കുന്ന ആളുകൾ പോലും പറയും, എന്താണ്, അതിൽ തന്നെ എഴുതി വെക്കുന്നുണ്ടല്ലോ, ടൊബാക്കോ കോസസ് ക്യാൻസർ. അങ്ങനെ അത്രയും ഉറപ്പുള്ളൊരു കാര്യം, അത് അത്രയും അപകടം പിടിച്ചതാണെന്ന് അത്രയും ബോധ്യമുള്ളൊരു കാര്യം അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കുന്നത് വൻപാപാണ്. പലരും വിചാരിച്ച് സിഗരറ്റ് ഉപയോഗിക്കുക മക്രൂഹാണെന്നാണ്. മദ്യത്തിന്റെ കാര്യം, മദ്യമൊന്നും കഴിക്കൂല അവർ, കാരണം മദ്യം വൻപാപാണെന്നൊക്കെ അവർക്ക് അറിയാം. സിഗരറ്റ് ഉപയോഗിക്കുന്ന മക്രൂഹ് മാത്രമേ ഉള്ളൂ, ഹറാമ് പോലല്ല എന്ന് പലരും വിചാരിച്ചു. സിഗരറ്റ് ഉപയോഗിക്കുന്ന വൻപാപാണ്. സിഗരറ്റ് ഉപയോഗിക്കുന്ന വൻപാപാണ്. ഈ പല ലഹരി പദാർത്ഥങ്ങളും ഇല്ലാത്ത കടകളിൽ പോലും സിഗരറ്റ് വ്യാപകമായി കിട്ടും. അവർ വിചാരിച്ചിട്ടുള്ളത് ഇത് മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ പോലല്ല, ഇത് വിറ്റാൽ കുറച്ച് പ്രശ്നമൊന്നുമില്ല, ഇത് ലഹരിയൊന്നുമില്ല. അത് വളരെ ശ്രദ്ധിക്കണം. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളല്ലേ. ഇത് ഉണ്ടാക്കുന്ന മാനുഫാക്ചേഴ്സ് പോലും അംഗീകരിക്കണത് ഇത് അപകടം പിടിക്കുന്ന കാര്യം, പ്രശ്നമുള്ള കാര്യം. മറ്റേത് അതുപോലെയാണോ? ഉണ്ടാക്കുന്ന ആളുകൾ പറയുന്നുണ്ടോ ഇത് അപകടമാണെന്ന് പറയുന്നുണ്ടോ? രണ്ടും രണ്ടാണ്. പിന്നെ മറ്റൊരു വിഷയമാണ് മോഷണം എന്നുള്ളത്. നമുക്കറിയുന്ന കാര്യമാണ്. മോഷ്ടിക്കുക എന്നുവെച്ചാൽ മറ്റൊരാളുടെ സമ്പത്ത് അയാളുടെ അറിവോ അനുവാദമോ കൂടാതെ
നമ്മൾ കൈക്കലാക്കുക. അതിന് വിശ്വാസം പഠിപ്പിച്ചെന്നത് തുഖ്തഉൽ യദു ഫീ റുബുഇ ദീനാരിൻ ഫസായിദൻ, 1/4 ദീനാർ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 1/4 ദീനാറാണ് ഏറ്റവും ചെറിയ അളവ്. അവിടെ നിന്ന് അങ്ങോട്ട് അതിനേക്കാൾ വിലയുള്ള എന്തെങ്കിലും മോഷ്ടിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും? കൈ മുറിക്കപ്പെടും. കട്ടവൻ്റെ കൈ മുറിക്കുക. അത് ഒരു സംഭവമുണ്ട്. അതായത് മഖ്സൂമി ഗോത്രത്തിൽപ്പെട്ടൊരു സ്ത്രീ, വലിയൊരു ഗോത്രമാണ്, വലിയൊരു കുടുംബമാണ്. അപ്പം ആ കുടുംബത്തിൽപ്പെട്ടൊരു സ്ത്രീ എന്ത് ചെയ്തു? മോഷ്ടിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ. അപ്പം ആ സ്ത്രീയെ കൈമുറിക്കുക എന്നുള്ളത്, ആ ഒരു ശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളത് അവരുടെ കുടുംബക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ചീത്തപ്പേരാണ്. അപ്പോൾ കുടുംബക്കാരെല്ലാവരും ചേർന്നിട്ട് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകനായ സെയ്ദ് ഇബ്നു സാബിത്തിന്റെ മകൻ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രിയങ്കരനായ വ്യക്തിയായിരുന്നു. അപ്പം ആ ഉസാമയുടെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഒരു സ്ത്രീയുടെ വിഷയത്തിൽ ഒന്ന് ശുപാർശ പറയണം എന്ന് പറഞ്ഞിട്ട് അതൊന്ന് അനുനയിപ്പിക്കാൻ നോക്കിയതാണ്, കോംപ്രമൈസ് ആക്കാൻ നോക്കിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമ റളിയല്ലാഹു സംസാരിച്ചപ്പോൾ ദേഷ്യം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? മിമ്പറും കയറി. എന്നിട്ട് ഖുത്ബ, ജനങ്ങളെ എന്ത് ചെയ്യും? ഒരുമിച്ച് കൂട്ടിയിട്ട് ഖുത്ബ പറയാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തെന്നറിയോ? യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നമാ ഹലകല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ നശിച്ചത് എങ്ങനെയാണ്? അന്നഹും കാനൂ ഇദാ സരിഖ ഫീഹിമു ശരീഫു തറക്കു, അവരിൽ ഒരു വളരെ വലിയ തറവാട്ടിലുള്ള വളരെ മഹത്വമുള്ള ഒരു വീട്ടിൽ, അങ്ങനെയൊക്കെ ആ രൂപത്തിൽ കണക്കാക്കപ്പെടുന്ന ഒരാൾ, വലിയ വീട്ടുകാരാണ്, വലിയ തറവാട്ടുകാരാണ് എന്ന രൂപത്തിൽ കണക്കാക്കപ്പെടുന്ന ആളുകൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ തറക്കൂഹു, അവരൊന്നും ചെയ്യൂല, വിട്ടുകളയും. വൈദാ സരിഖ ഫീഹിമു ദ്വഈഫു അഖാമു അലൈഹിൽ ഹദ്, എന്നാൽ ദുർബലനായ അങ്ങനത്തെ ഒന്നും ആളല്ല, സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് പിടിപാടൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവരെന്ത് ചെയ്യും? അവൻ്റെ മേൽ ആ ശിക്ഷ നടപ്പിലാക്കും. വിശ്വാസം പറഞ്ഞു, വൈമുല്ലാഹ്, അള്ളാഹു തന്നെയാണ് സത്യം, ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സരിഖത് ലഖതഅതു യദഹ, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ പോലും ഞാൻ അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? പഠിപ്പിച്ചു തരാണ്. ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനല്ലേ? എന്തെങ്കിലും കുറ്റകൃത്യം ഉണ്ടെങ്കിൽ, സാമ്പത്തികമായി പിടിപാടുള്ളവനാണെങ്കിൽ സമ്പത്ത് വാരിയെറിഞ്ഞാൽ ജാമ്യം കിട്ടും. അധികാരത്തിൽ പിടിപാടുള്ള ആളാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ വിളിച്ച് ഫോൺ സംസാരിച്ചാൽ ജാമ്യം കിട്ടും, കഴിഞ്ഞു. അതിപ്പോൾ ആളെ കൊന്നതാണെങ്കിലും എന്താണെങ്കിലും എത്ര വലിയ വിഷയമാണെങ്കിലും അതങ്ങനെയുള്ളൂ. അതിന് വിശ്വാസം പഠിപ്പിച്ചത് ഒരു സമൂഹം നശിച്ചത് അങ്ങനെയാണ് പഠിപ്പിച്ചത്. നമുക്ക് മുമ്പുള്ള തലമുറകളൊക്കെ നശിച്ചത് അങ്ങനെയാണ്. അപ്പോൾ മോഷണം എന്നുള്ളത് വളരെ അപകടം പിടിച്ച വിഷയമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഇത്രയും ഒരു ദീനാറിൻ്റെ കാൽഭാഗം അത് കുറച്ച് വലിയ വിലപിടിപ്പുള്ള അളവാണ്. ശ്രദ്ധിക്കണം, നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചെന്നത് ലഅനല്ലാഹു സാരിഖ യസ്രിഖുൽ ബൈളത ഫതുഖ്തഉ യദഹു വയസ്രിഖുൽ ഹബ്ല ഫതുഖ്തഉ യദഹു. ഒരു കള്ളൻ, അവൻ ഒരു മുട്ട വെറൊരു മുട്ട അത് മോഷ്ടിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? അവൻ്റെ കൈ മുറിക്കപ്പെടും. ഒരു കയർ, ഹബല് പറഞ്ഞാൽ വെറൊരു കയറാണ്, ആ കയർ മോഷ്ടിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? അവൻ കൈ മുറിക്കപ്പെടും. അതെന്തങ്ങനെ പറയാൻ കാരണം എന്നറിയോ? ഈ മോഷണം എന്നുള്ളത് ആദ്യം തന്നെ വലിയ മോഷണമൊന്നും ആയിരിക്കൂല. മോഷ്ടാവ് എന്ന് പറയുന്നത്, കള്ളൻ എന്ന് പറയുന്നത് ആദ്യം തന്നെ വലിയ കാര്യങ്ങളൊന്നുമല്ല കക്ക, ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇപ്പം പറഞ്ഞ പോലെ മുട്ടയോ കയറോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആദ്യം കക്കുക. അങ്ങനെ പടിപടിയായിട്ടാണ് എന്ത് ചെയ്യുക? വലിയ വലിയ മോഷണങ്ങളിലേക്ക് എത്തുക, വലിയ മോഷ്ടാവായി മാറും. അങ്ങനെ ഒരാൾ മോഷ്ടിച്ച് തുടങ്ങുമ്പോൾ തന്നെ അല്ലേ മുളയിലേ നുള്ളുക എന്ന് പറയാറുണ്ട്. അപ്പം തന്നെ അത് തിരിച്ചറിഞ്ഞ് അവിടെ തന്നെ കൃത്യമായ
പ്രതിവിധി കണ്ടിട്ടില്ലെങ്കിൽ വലിയ മോഷ്ടാവായിത്തീരും, കൈ വെട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തും. അതിനു വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? ഈ രൂപത്തിൽ നമ്മൾക്ക് അറിയിച്ചു തന്നത്. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണെന്ത്? വ്യഭിചാര ആരോപണം ഉന്നയിക്കുക എന്നുള്ളത്. വ്യഭിചാര ആരോപണം സമൂഹത്തിൽ ഇന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ എമ്പാടും അതിനെ എന്ത് പറയും, ഗോസിപ്പ് എന്നെന്ത് പറയും, ഇങ്ങനെ വളരെ സ്പ്രെഡ്, വളരെയധികം വ്യാപകമാണ്. ഓരോരുത്തരെ പറ്റി, പല ആളുകളെ പറ്റിയും പല രൂപത്തിൽ പല രീതിയിൽ. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട, അങ്ങേയറ്റം പേടിക്കേണ്ട വിഷയമാണ്. അത്തരം വൃത്തികേടുകളുമായി ബന്ധമില്ലാത്ത ആളുകളെ അതുമായി ചേർത്തി പറയുക, സംസാരിക്കുക എന്നുള്ളത് അങ്ങേയറ്റം അപകടം പിടിച്ച വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കാഠിന്യമേറിയ, അങ്ങേയറ്റം പേടിക്കേണ്ട വൻപാപങ്ങളെപ്പറ്റി 7 പറഞ്ഞു തന്നപ്പോൾ അതിലൊന്നെന്താ? വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, വിവാഹിതരായ ഈമാനുള്ള, വ്യഭിചാരവുമായി അങ്ങനത്തെ ഒരു ചിന്തയില്ലാത്ത സ്ത്രീകളെ വ്യഭിചാരം ആരോപിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അപകടം പിടിച്ച വൻപാപങ്ങളിൽ ഒരു വൻപാപമായിട്ടാണ് എന്ത് ചെയ്തത്? എണ്ണിപ്പറഞ്ഞത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, ദീനുൽ ഇസ്ലാമിൽ വ്യഭിചാരം തെളിയിക്കപ്പെടുക 4 സാക്ഷികളെ കൊണ്ടാണ്. 4 സാക്ഷികളെ കൊണ്ടാണ്. 4 സാക്ഷികൾ ഇല്ലാത്തിടത്തോളം നമ്മൾ ആ വിഷയം സംസാരിക്കാൻ പാടില്ല. 4 സാക്ഷികൾ ഇല്ലാത്തിടത്തോളം നമ്മൾ ആ വിഷയം സംസാരിക്കാൻ ചിലപ്പോൾ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതായിരിക്കും, പക്ഷെ അതേ കാര്യം 4 സാക്ഷികൾ ഒത്തുവരാത്തിടത്തോളം നമുക്കത് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ ഇസ്ലാമിക ഭരണമാണെങ്കിൽ ആ പറഞ്ഞവന് അടി കിട്ടും. പറഞ്ഞവന് 40 അടി കിട്ടും. അപ്പം അത് ശ്രദ്ധിക്കണം. വ്യഭിചാരം എന്നുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളെപ്പോലെയല്ല. 4 സാക്ഷികൾ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വൻപാപമാണ് വംശാവലിയെ ആക്ഷേപിക്കുക എന്നുള്ളത്. വംശാവലിയെ ആക്ഷേപിക്കുക എന്നുള്ളത് എന്നുവെച്ചാൽ അത് പല തരത്തിലുണ്ട്, പല രൂപത്തിലുണ്ട്. ഇപ്പോൾ ചില നാടുകളെ ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ ചില ഭാഷകളെ ബന്ധപ്പെടുത്തി, നമ്മളതിപ്പോൾ ഒന്നും വേണ്ട, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി പറയാം. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ കേരളത്തിലൊക്കെ ധാരാളമുണ്ട്. അവരെ ഏത് രൂപത്തിലാണ് മലയാളികൾ നോക്കിക്കാണുന്നത്? ബംഗാളി, ആസാമി എന്നൊക്കെ പറയുന്നത് ഒരു പരിഹാസ പേര് പോലെയാണ് എന്ത് ചെയ്യുക, അവരുപയോഗിക്കുക. അതൊന്നൊരു മുസ്ലിമിന് പാടില്ലാത്ത, അതൊന്നൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. ഏത് വിഭാഗക്കാരനാണെങ്കിലും, ഏത് ദേശക്കാരനാണെങ്കിലും, ഭാഷക്കാരനാണെങ്കിലും, ഗോത്രക്കാരനാണെങ്കിലും, വർഗക്കാരൻ, നിറക്കാരനാണെങ്കിലും, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ല, നമ്മൾ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതും മനസ്സിലാൻ വേണ്ടി പറയുന്നത് രണ്ടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നാട്ടിൽ കുറേ അബ്ദുറഹ്മാൻ ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ഉദ്ദേശിച്ച ആള് ആശാരിയാണ്. അപ്പോൾ ആ ആശാരി അബ്ദുറഹ്മാൻ ഇല്ലേ എന്ന് പറയുമ്പോൾ അതവിടെ നമ്മൾ കാര്യം മനസ്സിലാൻ, വ്യക്തി ആരാണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതേസമയം നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു രീതിയിൽ ഇതേ പദം ഉപയോഗിക്കുമ്പോൾ അതെന്താവും, അതൊരു ആക്ഷേപമായിത്തീരും. അതൊക്കെ നിങ്ങൾക്കറിയാം, അത് പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമൊന്നുമല്ല, സമൂഹത്തിൽ വ്യാപകമായിട്ട്.
എത്രത്തോളം എന്ന് പറഞ്ഞാൽ പല ജാതി പേരുകളും അത് മലയാളത്തിൽ അറിയപ്പെടുന്ന തെറികളാണ്. പല ജാതി പേരുകൾ മലയാളത്തിൽ അറിയപ്പെടുന്ന തെറികളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു വംശാവലിയെ ആക്ഷേപിക്കുക, നമ്മളിപ്പോൾ ഒരാൾ ഈമാൻ സ്വീകരിക്കാതിരിക്കുന്നതിന് ആക്ഷേപിക്കാം, ബിദഅത്തുകൾ ചെയ്യുന്നതിന് ആക്ഷേപിക്കാം, ഹറാമുകൾ ചെയ്യുന്നതിന് ആക്ഷേപിക്കാം, വാജിബുകൾ ഒഴിവാക്കുന്നതിന് ആക്ഷേപിക്കാം. ഇതൊക്കെ അനുവദിക്കപ്പെട്ടതാണ്. ഒരാൾ ഇന്ന നാട്ടുകാരനെ ജനിച്ചു, അതിന് നമ്മളെങ്ങനെ അവൻ ആക്ഷേപിക്കുക? അവൻ ചെയ്ത കുറ്റമാണോ? അവനതിനെന്ത് പഠിച്ചു? അവൻ ഇന്ന ഹൈറ്റ് കുറഞ്ഞവനായി ജനിച്ചു, അത് അവൻ്റെ കുറ്റ? നമ്മളെങ്ങനെ അവനതിനെ ആക്ഷേപിക്കും? നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിൽ അവനെ ആക്ഷേപിക്കുമ്പോൾ അത് ഈ പറഞ്ഞ വൻപാപത്തിൽ ഉൾപ്പെടും. അത് എന്താ പറയുക, വളരെയധികം പേടിക്കേണ്ട ഗൗരവമുള്ള വിഷയമാണ്. അതായത് അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും എന്താ പറയുക, ശാരീരികമായിട്ട് നല്ല കരുത്തും എന്നാൽ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു നിലവാരം കുറഞ്ഞ ആ രൂപത്തിൽ ആളുകൾ ജാഹിലിയത്തിൽ കണ്ടിരുന്നതാണ്. അപ്പോൾ അവരുടെ ഇടയിലുള്ള ആ ജാഹിലിയത്ത് നീങ്ങാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഏറ്റവും വെറുപ്പുണ്ടാകുന്ന ഒരു കാര്യത്തെ ഇവിടെ ഉദാഹരണമായിട്ട് എടുത്തു പറയാം. വെച്ചാൽ ഇങ്ങനെ വന്നാൽ പോലും, ഇങ്ങനൊരാൾ നിങ്ങളുടെ ഭരണാധികാരിയായി വന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതല്ലാതെ അവരെ വിമർശിക്കുന്നതുകൊണ്ടല്ല. അങ്ങനെയാണിപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഹബശിയല്ലേ? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ എപ്പോഴെങ്കിലും ഹബശിയാണെന്നുള്ളത് കൊണ്ട് ആക്ഷേപിച്ചിട്ടുണ്ടോ? ആക്ഷേപിച്ചിട്ടുള്ളത് ആരാ? അദ്ദേഹത്തിന്റെ ഉടമസ്ഥന്മാരാ, യജമാനന്മാരാ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഈമാൻ കാരണത്താൽ പുകഴ്ത്തി പറയല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു നാട്ടുകാരനാണ് എന്നുള്ളത് കൊണ്ട് ആരും ആക്ഷേപിക്കപ്പെടേണ്ടതല്ല. ഒരാളും ആക്ഷേപിക്കാൻ പാടില്ല. ആൾ ഇന്ന നാട്ടുകാരനാണ്, ഈ നാട്ടിൽ ജനിച്ചു, അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിൽ പിറന്നു, ഇതുകൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. ഒരാളെ നമ്മൾ ആക്ഷേപിക്കുന്നത് ശരിയല്ല. അത് വൻപാപങ്ങളിൽപ്പെടുന്ന കാര്യമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അർബഅത്തുൻ അല്ലെങ്കിൽ അർബഉൻ ഫീ ഉമ്മത്തി മിൻ അംരിൽ ജാഹിലിയ്യ ലാ യത്റുകൂനഹുന്ന. 4 കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തിൽ ഉണ്ട്, അത് ജാഹിലിയത്തിലെ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലാ യത്റുകൂഹുന്ന, അവരത് ഉപേക്ഷിക്കൂല. വെച്ചാൽ ഈ ഉമ്മത്തിൽ എപ്പോഴും ഉണ്ടാവും, ഈ ഉമ്മത്തിൽ എപ്പോഴും ഉണ്ടാവും. ജാഹിലിയത്തിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള അപകടം പിടിച്ച കാര്യമാണെന്ന് അർത്ഥം. എന്നിട്ട് പറയുന്നത് വത്തഅനു ഫിൽ അൻസാബ്, വംശാവലിയെ ആക്ഷേപിക്കുക എന്നുള്ളത്. അപ്പം അത് നമ്മൾ വളരെയധികം പേടിക്കേണ്ട, സമൂഹത്തിൽ നിന്ന് വിട്ടുപോകാൻ പ്രയാസമുണ്ടെന്ന് പഠിപ്പിച്ചെന്ന കാര്യം. പെട്ടെന്നൊന്നും ഈ ഉമ്മത്തിലെ ആളുകൾ അത് ഒഴിവാക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യം. അപ്പം അത് നമ്മളിലേക്ക് കടന്നു വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത വൻപാപം എന്നുള്ളത് ദുയ്യൂസ് ആവുക എന്നുള്ളതാണ്. ദുയ്യൂസ് അല്ലെങ്കിൽ ദയ്യൂസ് ആവുക എന്ന് പറഞ്ഞാൽ, ദയ്യൂസ് എന്ന് പറഞ്ഞാലാവാ അവന്റെ കീഴിൽ റബ്ബ് നിശ്ചയിച്ചു കൊടുത്ത സ്ത്രീകൾ. അതിപ്പോൾ ചിലപ്പോൾ ഭാര്യ, അല്ലെങ്കിൽ ചിലപ്പോൾ പെങ്ങൾ, ചിലപ്പോൾ മകൾ. അവർക്കിടയിൽ ഉണ്ടാകുന്ന ഹറാമുകൾക്ക് ഇവന് യാതൊരു പ്രയാസം ഉണ്ടാകുന്നില്ല. അവർ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, സ്വന്തം ഭാര്യ വേറൊരാളുമായിട്ട് വീഡിയോ കോൾ ചെയ്യുന്നുണ്ടാവും, ഇവനറിയാം, പക്ഷെ ഇവനതൊരു പ്രശ്നമല്ല. സ്വന്തം മകള് വേറൊരു ബോയ് ഫ്രണ്ടിന്റെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ടാവും, ഇവനറിയാം, പക്ഷെ അതൊരു പ്രശ്നമല്ല. എത്രയോ ആളുകൾ, മുസ്ലിം വാപ്പന്മാരുടെ മക്കൾ
പല കോഴ്സുകൾക്കും പല നാടുകൾ പഠിക്കാൻ പോകുമ്പോൾ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും വാപ്പമാർക്ക് അറിയാം. ഉണ്ടാതിരിക്കുകയാണ്. എന്താണ്, കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നാലും എൻ്റെ കുട്ടിൻ്റെ ഭാവി ഒന്ന് സെക്യൂർ ആവുള്ളൂ, പ്രൊഫഷൻ ഒന്ന് നല്ല പ്രൊഫഷൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുക. വേറെ ചിലർ നിങ്ങൾ പറഞ്ഞ പോലെ സ്റ്റാറ്റസ് അതിനെ ബാധിക്കുന്നുള്ളത് കൊണ്ട് മിണ്ടാതിരിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ദയ്യൂസ് എന്ന് പറയാം. തൻ്റെ അധികാരത്തിൻ്റെ കീഴിലുള്ള സ്ത്രീകളെ റബ്ബ് അവൻ്റെ ബാധ്യതയെ ഏൽപ്പിച്ചു കൊടുത്ത സ്ത്രീകളുടെ വിഷയത്തിൽ അവരെന്തെങ്കിലും ഹറാമുകൾ ചെയ്താൽ ഒരു ഗൈറത്തും കാണിക്കാത്ത പുരുഷന്മാർ. അങ്ങനെ പറയാം. അത് ദയ്യൂസ് അല്ല. ദയ്യൂസ് എന്ന് പറയുന്നത് വൻപാപമായി പഠിപ്പിച്ചത് ഇതാണ്. അത് വൻപാപത്തിലൊന്നും പെടൂല. അതൊരു സ്ത്രീ അവളുടെ താല്പര്യത്തോടെ തൃപ്തിയോടെ കൊടുക്കുകയാണെങ്കിൽ ഇയാൾക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല, ജോലി ചെയ്യാൻ തടസ്സമൊക്കെയാണ്. അത് വൻപാപമല്ല. പക്ഷെ വൻപാപാവുന്ന ഈ കാര്യമാണ്, സ്ത്രീകൾ പല ഹറാമുകളും ചെയ്യുന്നുണ്ട്, പല മോശപ്പെട്ട കാര്യങ്ങൾ ഏർപ്പെടുന്നുണ്ട്. ഇയാളുടെ അധികാരത്തിന് കീഴിലുള്ള സ്ത്രീകളാണ്. പക്ഷെ ഇയാൾ അതിനു വേണ്ട ഒരു പ്രതികരണങ്ങളും ഒന്നും പറയുന്നു പോലുമില്ല, ആക്ഷേപിക്കുന്നു പോലുമില്ല, സംസാരം കൊണ്ടുപോലും എതിർക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്കാണ് ദയ്യൂസ് എന്ന് പറയും. അതൊക്കെയാണ് ഇതിൽ ആദ്യം പെടുക. സോഷ്യൽ മീഡിയയിൽ ഭാര്യമാരെ പോസ്റ്റ് ചെയ്യുക റീച്ചിന് വേണ്ടിയിട്ട്. എന്താ സുബ്ഹാനല്ലാഹ്, ആ ആണൊരുത്തൻ ഒറ്റയ്ക്ക് വന്നാൽ റീച്ച് കിട്ടൂല. അപ്പോൾ കൂട്ടത്തിന് പെങ്ങള്, ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഭാര്യ, ഇപ്പൊ കുട്ടിയായ മകള്, ഇവരെയും എന്ത് ചെയ്യുക, വീഡിയോയിൽ കൊണ്ടുവരിക, എന്നിട്ട് അവളെ കാണിച്ചിട്ട് റീച്ച് ഉണ്ടാക്കുക. അതൊക്കെ ദയ്യൂസിന്റെ ഏറ്റവും അങ്ങേയറ്റാണ്. അതിന് വിശ്വാസം പഠിപ്പിക്കുന്ന സലാസത്തുൻ ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന, 3 വിഭാഗം ആളുകൾ അവരുടെ മേൽ അള്ളാഹു സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഒന്ന് വദ്ദയ്യൂസുല്ലദീ യുഖിറു ഫീ അഹ്ലിഹിൽ ഖബസ്, തൻ്റെ വീട്ടുകാരിൽ വൃത്തികേടുള്ളത് തൃപ്തിപ്പെടുന്ന പുരുഷൻ ആണ് ദയ്യൂസ്. പിന്നെ അടുത്ത കാര്യം എന്നുള്ളത് വ്യഭിചാരമാണ്. വ്യഭിചാരം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പലരും വിചാരിച്ചിട്ടുള്ളത് ഈ ഇന്നത്തെ കാലത്തുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, ചാറ്റിങ്, മറ്റുള്ള കാര്യങ്ങളും, എന്താ പറയുക, പ്രേമം, പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ. വ്യഭിചാരം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതല്ല. വ്യഭിചാരം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ പുരുഷനും സ്ത്രീയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടലാണ്. മറ്റേതൊക്കെ അതിന് വഴിയൊരുക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ആ തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് വൻപാപമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം നമ്മൾ വിചാരിക്കേണ്ട മറ്റേതൊക്കെ അനുവദനീയാണെന്നല്ല കേട്ടോ, നമ്മളതൊന്നും തെറ്റിദ്ധരിക്കരുത്. അതൊക്കെ ഒരു കാര്യം നമ്മളൊരു വൃത്തികേടിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ആ വൃത്തികേടിലേക്ക് എത്തിക്കുന്ന ആ വഴിയും നമ്മൾ ഒഴിവാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വലാ തഖറബുസ്സിന, വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിനേക്കാൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പ്രയോഗം വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് അല്ലേ. നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചെന്നില്ലേ, മഹറമല്ലാത്ത ഒരു ആണും ഒരു പെണ്ണും രണ്ടുപേരും ഒറ്റയ്ക്കാകുന്നില്ല, എങ്ങനെയായിട്ടല്ലാതെ, മൂന്നാമതായി ശൈത്താൻ അവിടെ ഉണ്ടായിട്ടല്ലാതെ. ശൈത്താൻ വരും. അത് നിങ്ങൾ മൊബൈലിൽ ആണെങ്കിൽ പോലും, ചാറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ ശൈത്താൻ വരും. അതിലേക്കുള്ള വഴികളൊക്കെ അടയ്ക്കണം. ഇപ്പോൾ നോട്ടത്തെ സംബന്ധിച്ച് നിമിഷം പഠിപ്പിച്ചെന്താ, ലാ തുത്ബിഇ നദറത നദറ, ഒരു നോട്ടം, ആദ്യത്തെ നോട്ടം നമ്മൾ നോക്കാൻ വേണ്ടി നോക്കിയതല്ല,
എന്തോ വഴി നോക്കിയപ്പോഴോ മുകളിലേക്ക് തല ഉയർത്തിയപ്പോഴോ യാദർശികമായി കണ്ടുപോയ നോട്ടം. ആ നോട്ടം അപ്പം തന്നെ തല താഴ്ത്തണം. പിന്നെന്ത് ചെയ്യാൻ പാടില്ല? ഒരു നോട്ടം വീണ്ടും നോക്കാൻ പാടില്ല. ഫൈനലക്കൽ ഊല, ഒന്നാമത്തത് നിനക്കുണ്ട്, അത് നിനക്ക് പൊറുപ്പിക്കപ്പെടും. വലൈസലക്കൽ ആഖിറ, രണ്ടാമത്തത് നിനക്ക് പൊറുപ്പിക്കപ്പെടുകയില്ല. പക്ഷെ അത് നിനക്ക് കുറ്റമായി രേഖപ്പെടുത്തപ്പെടും, ഒരു തിന്മയായി രേഖപ്പെടുത്തപ്പെടും. ഇതൊക്കെ എന്തുകൊണ്ടാണ് വിലക്കിയത്? അതൊക്കെ വ്യഭിചാരത്തിലേക്കുള്ള വഴികളാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ സ്റ്റെപ്പ് വ്യഭിചാരത്തിലേക്കുള്ളത് നോട്ടാണ്, ആദ്യത്തെ സ്റ്റെപ്പ്. ആ നോട്ടം നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എളുപ്പമാണ്. നോക്കുന്നതിൽ ഒരു ശ്രദ്ധയില്ല, അങ്ങനെ എവിടേക്ക് ആര് വേണം നോക്കും. അങ്ങനെ നടക്കുന്ന ആൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും? വ്യഭിചാരത്തിലേക്ക് വീണുപോകും. അല്ലാഹു ഖുർആനിൽ പറഞ്ഞെന്താ? ഖുല്ലിൽ മുഅ്മിനീന അയഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. റസൂലെ, താങ്കൾ മുഅ്മിനുകളോട് എന്ത് കൽപ്പിക്കണം? അവരുടെ കണ്ണുകളെ താഴ്ത്താനും അവരുടെ ലൈംഗിക അവയവങ്ങളെ സംരക്ഷിക്കാൻ. ലൈംഗിക അവയവം സംരക്ഷിക്കുന്നതിനെ കണ്ണ് താഴ്ത്തുന്നതായിട്ട് റബ്ബ് കണക്ട് ചെയ്ത്. കാരണം ഇത് ശരിയായില്ലെങ്കിൽ ഇത് ശരിയാവില്ല. കണ്ണ് താഴ്ത്തുന്നതിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ മറ്റേത് ശ്രദ്ധിക്കാൻ കഴിയില്ല, കൃത്യമായി സൂക്ഷ്മത പാലിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വ്യഭിചാരത്തെ വളരെയധികം ശ്രദ്ധിക്കണം. ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ഈ പ്രേമത്തിനൊക്കെ ഖദീജ റളിയല്ലാഹുവിന്റെ കഥയൊക്കെ തെളിവ് പിടിക്കാറുണ്ട്. പ്രേമിക്കാനും പ്രണയിക്കാനൊക്കെ ഖദീജ റളിയല്ലാഹുവിന്റെ കഥയൊക്കെ അബദ്ധമാണ്. ഖദീജ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ കാണിക്കുന്ന പോലെ ഇങ്ങനെ പിന്നാലെ നടന്ന് ഇങ്ങനെയൊക്കെ പ്രേമിച്ചിട്ടുണ്ടോ? നടന്നിട്ടുണ്ടോ? ഒരിക്കലില്ല. നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുക എന്നുള്ളത് പലതരത്തിൽ തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുമ്പേ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയാം. മക്കയിൽ എല്ലാവർക്കും അറിയാം, ആർക്കും അറിയാത്തതില്ല. നബി സല്ലല്ലാഹു അലൈഹി സത്യസന്ധത കൊണ്ടും വിശ്വസ്തത കൊണ്ടൊക്കെ അറിയപ്പെട്ട ഒരാളാണ്. എന്ന് മാത്രമല്ല, ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് ഉപയോഗിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടം ചെയ്യുകയും ചെയ്തു. ആ കച്ചവടത്തിലും ആ കാര്യം ബോധ്യപ്പെട്ടു. അതിനേക്കാൾ വിചാരിച്ചതിനേക്കാൾ നല്ലൊരാളാണെന്ന് ഖദീജ റളിയല്ലാഹു അൻഹ അടുത്തറിയുകയും ചെയ്തു, അവരുടെ ഭൃത്യൻ മൈസറയുടെ വഴി. അപ്പം അങ്ങനെ അത്രയും നല്ലൊരാൾ നേരിട്ട് കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഒന്നുമില്ല. ഈ പറയുന്ന ആളുകൾ വിചാരിക്കുന്ന പോലെ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. അത്രയും നല്ല സ്വഭാവമുള്ള, ഇത്രയും നല്ല പെരുമാറ്റമുള്ള, ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരാൾ എന്ന് കേട്ടറിഞ്ഞു ഭൃത്യനിലൂടെ. അങ്ങനെ കേട്ടറിഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരാളാണ്, ഇത്രയും നല്ലൊരാളെ ഇനി കിട്ടൂല എന്ന് തോന്നുമ്പോൾ ഏതൊരു സ്ത്രീക്കും സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളെ ഭർത്താവാക്കിയാൽ എന്ന് ആഗ്രഹിച്ചു പോവും. അങ്ങനെ ആഗ്രഹം വന്നു. പിന്നാലെ നടന്ന് നേരിട്ട് പോയി പറയല്ല ചെയ്തത് ഇവർ വിചാരിക്കുന്ന പോലെ. നേരെ ചെന്ന് ബന്ധുക്കളോട് പറയാണ് ചെയ്തത്, ബന്ധപ്പെട്ട കാരണന്മാരോട് പറയാണ് ചെയ്തത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുക്കളോട് പറഞ്ഞു. അങ്ങനെയാണ് പരസ്പരം കൂടി ആലോചിച്ച് സാധാരണ വിവാഹം കഴിക്കുന്ന പോലെ വിവാഹം കഴിക്കണം. ആളുകൾ പലതും ഇങ്ങനെ എന്തെങ്കിലും എവിടെന്നെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിക്കാണ്, പ്രേമിക്കാൻ പ്രണയിക്കാൻ. അതൊന്നും ദീനുൽ ഇസ്ലാമിലുള്ളതല്ല. ദീനുൽ ഇസ്ലാമിൽ അതിനൊന്നും യാതൊരു വകുപ്പും ഇല്ല. പിന്നെ ഈ വ്യഭിചാരത്തോട് ചേർത്തി പറയേണ്ട വിഷയമാണെന്ത്? സ്വവർഗരതി, ഹോമോസെക്ഷാലിറ്റി. അത് പണ്ടൊക്കെ വളരെ റെയറായിരുന്നു എന്ന് വിചാരിച്ചത്. പക്ഷേ കാലഘട്ടം, സൊസൈറ്റിയൊക്കെ കൂടുതൽ അടുത്തറിയുന്നതിനനുസരിച്ച് ഇത് കൂടുതൽ വളരെയധികം വ്യാപകമായി കൊണ്ടിരിക്കുകയാണെന്നാണ് സത്യാവസ്ഥ. അതാണ് സത്യാവസ്ഥ. അത് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ലാത്തൊരു രൂപം, ആ രൂപത്തിലാണ് എന്ത് ചെയ്യുക? ഈ സ്വവർഗരതി നടക്കാറ്. അപ്പം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത് വളരെ ശക്തമായ നിലയ്ക്ക് ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ. ലൂത്ത് നബിയുടെ സമൂഹം, അവരുടെ അമല്, അതേ പ്രവർത്തനം ചെയ്തവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു. 3 തവണ ആവർത്തിച്ചു പറയാം.
മറ്റൊരു ഹദീസിൽ പറയുന്നത് കാണാൻ ശ്രദ്ധിക്കണം. ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഉമ്മത്തി അമലു ഖൗമി ലൂത്ത്. പല ആളുകളും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഹദീസാണ്. എന്തിനു വിശ്വാസം പഠിപ്പിച്ചെന്ന്, എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ലൂത്ത് അലൈഹിസ്സലാമയുടെ പ്രവർത്തനമാണ്, സ്വർഗരതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിൻ്റെ മേൽ ഏറ്റവും അധികം ഭയപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ഇങ്ങനെ സ്വർഗരതി ചെയ്യുന്നതായി നിങ്ങൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, കിട്ടിക്കഴിഞ്ഞാൽ, ഇസ്ലാമിക ഭരണമാണെങ്കിൽ ഫഖ്തുലുൽ ഫാഇല മൽ മഫ്ഊല ബിഹി, ചെയ്തവനെയും ചെയ്യപ്പെട്ടവനെയും കൊല്ലണം. ഇസ്ലാമിക ഭരണമാണെങ്കിൽ ചെയ്തവനെയും ചെയ്യപ്പെട്ടവനെയും കൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം, ഹദീസിൽ കൽപ്പിക്കുകയാണ്. അത് വളരെ ഗൗരവമുള്ള തിന്മയാണ്. എന്നുള്ള തിന്മയെ സംബന്ധിച്ചാണ്. അതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് മറ്റൊരു വൻപാപമാണ് കള്ള സാക്ഷ്യം അല്ലെങ്കിൽ കള്ളസത്യം ചെയ്യുക എന്നുള്ളത്. കള്ളസാക്ഷ്യവും കള്ളസത്യവും. സാക്ഷി പറയുക എന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടോ, എന്തെങ്കിലും കേസൊക്കെ വരുമ്പോൾ സാക്ഷിയായി നിൽക്കുക. അതുപോലെ അത്തരം സന്ദർഭങ്ങളിൽ സത്യം ചെയ്ത് പറയേണ്ടി വരും. അപ്പോൾ ഒരു നമ്മൾ കണ്ടിട്ടില്ലാത്ത, സാക്ഷിയായിട്ടില്ലാത്തൊരു കാര്യത്തിന് നമ്മൾ സാക്ഷി പറയാം. ഞാനത് കണ്ടു, ഇങ്ങനെയായി, അങ്ങനെ നടന്നു എന്നെന്ത് ചെയ്യുക, അതാണ് കള്ളസാക്ഷ്യം എന്ന് പറയാം. കള്ളസത്യം എന്ന് പറയുന്നത് കളവായിട്ടുള്ളൊരു കാര്യം നമ്മൾ സത്യം ചെയ്ത് പറയാം. കളവായിട്ടുള്ളൊരു കാര്യം സത്യം ചെയ്ത് പറയാം. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൻപാപമായി പഠിപ്പിച്ചെന്ന കാര്യം. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാണ്, അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ, വൻപാപങ്ങളിൽ ഏറ്റവും വലിയ തിന്മകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? 3 തവണ ചോദിച്ചു. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, തീർച്ചയായും പറഞ്ഞു തന്നാലും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ് വ ഉഖൂഖുൽ വാലിദൈൻ. ഒന്നാമത്തത് ഷിർക്കും, രണ്ടാമത്തത് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തലാണ്. അത് വരുന്നുണ്ട്. അത്രയും പറഞ്ഞിട്ട് വജലസ വഖാന മുത്തക്കിയൻ, ഈ 2 പറയുമ്പോൾ ചാരിയിരിക്കുകയായിരുന്നു. ഈ 2 പറയുമ്പോൾ ചാരിയിരിക്കുകയായിരുന്നു. ഇത് 2 പറഞ്ഞിട്ട് നേരെ ഇരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അലാ വ ഖൗലുസ്സൂർ വ ഷഹാദത്തുസ്സൂർ, അലാ വ ഖൗലുസ്സൂർ വ ഷഹാദത്തുസ്സൂർ. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കാം. എത്രത്തോളം സഹാബികൾ വിചാരിച്ചു പോയി, ലൈതഹു സക്കത്ത്, ഇദ്ദേഹം ഇതൊന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് അത്രയും തവണ ഇങ്ങനെ ആവർത്തിച്ച് എന്തു പറഞ്ഞു? അലാ വ ഖൗലുസ്സൂർ വ ഷഹാദത്തുസ്സൂർ. കള്ള സാക്ഷ്യവും കള്ളസത്യവും, ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? ആവർത്തിച്ചു പറഞ്ഞു എന്ന് ഈ ഹദീസിൽ കാണാം. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയേ, അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ഗൗരവത്തിലെടുക്കുന്നതുകൊണ്ടാണ് ചാരി ഇരുന്ന് അവിടെ നിന്ന് നേരെ ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്? ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഈ ഒരു തിന്മയുടെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളായി പഠിപ്പിച്ചെന്നൊരു കാര്യമാണെന്ത്? അവരെന്ത് ചെയ്യും? സാക്ഷി പറയാൻ തയ്യാറാവും, പക്ഷെ ആരും അവരോട് സാക്ഷ്യം ചോദിക്കൂല. അങ്ങനത്തെ ഒരു അവസ്ഥ സമൂഹത്തിന് വരും. എന്നുവെച്ചാൽ ആരും വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളാണ്, ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. എല്ലാവരും കള്ളസാക്ഷ്യം പറയാൻ തയ്യാറുമാണ്. അത്രയും മോശപ്പെട്ട അവസ്ഥയിലേക്ക് സമൂഹം മാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ മറ്റൊരു അടയാളമായിട്ട് പഠിപ്പിച്ചെന്നത് സുമ്മ യജീഉ അഖ്വാമുൻ തസ്ബിഖു ഷഹാദത്തു അഹദിഹിം യമീനഹു വയമീനുഹു ഷഹാദത്തഹു. എന്നുവെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ സത്യം ചെയ്യുക, സാക്ഷ്യം നിൽക്കുക,
അങ്ങനെ ഒരു എന്താ പറയുക, സാക്ഷ്യം പറയുന്നതിനൊരു ഗൗരവം കൊടുക്കാതെ, സത്യം ചെയ്ത് പറയുന്ന സംസാരങ്ങൾക്കൊരു ഗൗരവം കൊടുക്കാത്ത ഒരു വിഭാഗം ആളുകൾ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തർക്കം അദ്ദേഹത്തിന് മുറിയിലിരുന്ന് കേൾക്കുകയാണ്. മുറിയിൽ ഇരിക്കുമ്പോൾ പുറത്തൊരു തർക്കം കേൾക്കുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് പറയണം, ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രം. വഇന്നകും തഖ്തസിമൂന ഇലൈ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് പല പ്രശ്നങ്ങളും പല തർക്കങ്ങളുമായിട്ട് എൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. വലഅല്ല ബഅദുകും അൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദ് ഫഅഖ്ദിയ ലഹു അലാ നഹ്വി മാ അസ്മഅ. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ മറ്റേ ആളെക്കാൾ അവൻ്റെ തെളിവുകൾ സമർപ്പിക്കാൻ വാദിക്കാൻ കഴിവുള്ള ആളായിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും, എനിക്ക് കേട്ട് ഈ പ്രത്യക്ഷത്തിൽ കണ്ട് മനസ്സിലാക്കി കേട്ട് മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് വിധിക്കാൻ കഴിയുക. ഞാൻ മനുഷ്യനാണ്, എനിക്ക് ഇതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. ഇതിൻ്റെ മിസാൽ പറഞ്ഞു, ഫമൻ ഖദൈതു ലഹു ബിശൈഇൻ മിൻ ഹഖ്ഖി അഖീഹി ഫലാ യഖുദ്ഹു, ഞാൻ മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് ഞാൻ എന്ത് ചെയ്യണം, അവൻ്റെ സഹോദരന് നിശ്ചയിച്ചു കൊടുത്താൽ അവനത് സ്വീകരിക്കരുത്, എടുക്കരുത്. ഫൈന്നമാ അഖ്തഉ ലഹു ഖിത്അതൻ മിനന്നാർ, ഞാൻ അവനപ്പോ വീതിച്ചു കൊടുക്കുന്ന നരകത്തിനൊരു കഷ്ണാണ്. അച്ഛൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയില്ല. അദ്ദേഹം ഈ പ്രത്യക്ഷത്തിൽ ഇവർ വാദിച്ചതിൻ്റെ തെളിവുകൾ ഹാജരാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിധിക്കും. അദ്ദേഹത്തിന് അത്രേ കഴിയുള്ളൂ, മനുഷ്യനാണ്. അപ്പൊ ഇതിൽ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ഇവർക്കറിയാം, ഈ രണ്ടു പേർക്കും അറിയാം, പ്രതിക്കും വാദിക്കും അറിയാം. അപ്പൊ അവർക്ക് അവകാശപ്പെട്ടതല്ലാത്തൊരു കാര്യം ഈ വിധിക്കുന്ന ജഡ്ജി വീതിച്ചു കൊടുത്താൽ പോലും ആ വീതിച്ചു കൊടുക്കുന്നത് നരകത്തിനൊരു കഷ്ണമാണ്, നരകത്തിൻ്റെ ഒരു കഷ്ണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതൊക്കെയാണ് ഈ കള്ളസാക്ഷ്യത്തിൻ്റെ അപകടം, കള്ളസത്യം ചെയ്യുന്നതിൻ്റെ അപകടത. അത് ദുനിയാവിൽ ലാഭം കിട്ടുമെങ്കിലും വലിയ നഷ്ടത്തിനത് വഴിവെക്കും. അതേപോലെ തന്നെ ഈ നഷ്ടം പറ്റുന്ന ആളുകളുണ്ടല്ലോ, നമ്മൾ മറ്റൊരാൾക്ക് ഇതുപോലെ കള്ളസത്യമൊക്കെ ചെയ്ത് കള്ളസാക്ഷി നിന്ന് ഒരാളെ അയാളുടെ അവകാശം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ വിശ്വാസം പഠിപ്പിച്ചെന്നില്ലേ, 3 വിഭാഗം ആളുകൾ, അവരുടെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. അതിലൊന്ന് മദ്ലൂം, ദുൽമ ചെയ്യപ്പെട്ട ആളാണ്, ദുൽമ ചെയ്യപ്പെട്ട ആളാണ്. അവൻ്റെ പ്രാർത്ഥന നമ്മൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു പോവാൻ അത് മാത്രം മതിയാകുന്നതാണ്. നബിസ്വലാസം പറയുന്ന മറ്റൊരു ഹദീസ് വളരെ ശ്രദ്ധിക്കണം. നബിസ്വലാസം പറയുന്നത്, മൻ ഇഖ്തതഅ ഹഖ്ഖ ഇംറിഇൻ മുസ്ലിമിൻ ബിയമീനിഹി, ഒരാൾ ഒരു കള്ളസത്യം ചെയ്തിട്ട് മറ്റൊരു മുസ്ലിമിൻ്റെ ഹക്ക്, അവന് അവകാശപ്പെട്ടത് അവന് കരസ്ഥമാക്കി, കള്ളസത്യം ചെയ്തിട്ട് അങ്ങനെ കരസ്ഥമാക്കിയാൽ ഫഖദ് ഔജബല്ലാഹു ലഹുന്നാർ വഹറമ അലൈഹിൽ ജന്ന, അള്ളാഹു അവന് നരകം നിർബന്ധമാക്കി സ്വർഗം ഹറാമാക്കി. അപ്പോൾ ഫഖാല ലഹു റജുൽ, ഒരു സ്വഹാബി ചോദിക്കുകയാണ്, വൈൻ കാന ഷൈഅൻ യസീറൻ, അള്ളാഹുവിൻ്റെ റസൂലെ അത് ചെറിയ കാര്യമാണെങ്കിലും അങ്ങനെയാണോ? പിന്നെ വിശ്വാസം പറയുന്നത് എന്താ അറിയോ? ഖാല വൈൻ ഖദീബൻ മിൻ അറാഖ്, ഒരു അറാഖിൻ്റെ കഷ്ണമാണെങ്കിലും, ഒരു അറാഖിൻ്റെ കഷ്ണമാണെങ്കിലും അങ്ങനെ. അവിടെ ശ്രദ്ധിക്കണം, അറാഖിൻ്റെ കഷ്ണത്തിന് അത്ര വിലയൊന്നുമില്ല. പക്ഷെ ഈ ഇത്രയും വലിയ ശിക്ഷ, ഗൗരവം ഈ തിന്മയ്ക്ക് കിട്ടാനുള്ള കാരണം അവൻ കള്ളസത്യം ചെയ്യാണ്. നമ്മൾ വെറുതെ കളവ് പറയുന്നത് പോലും മോശപ്പെട്ട കാര്യം. അപ്പം പിന്നെ ഒരാൾ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയാം, അള്ളാഹുവാണ് സത്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കളവ് പറയുന്നതോ, അത് ഈ വളരെ ഗൗരവം പിടിച്ച വിഷയമാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഒരുത്തൻ മറ്റൊരാളുടെ ഹക്ക് മോഷ്ടിച്ചെടുക്കുകയാണെങ്കിൽ, അവൻ അവകാശപ്പെടാത്തത് നേടിയെടുക്കുകയാണെങ്കിൽ അത് അതിനേക്കാൾ ഗൗരവം പിടിച്ച കാര്യമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? ശക്തമായിട്ട് അതിനെ വിലക്കിയത്. അപ്പോൾ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. ശേഷം നമുക്ക് നിസ്കാര ശേഷം തുടങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള എളുപ്പം നൽകുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീക്കും.